ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പകൽക്കാലം നിങ്ങളുടെ മധ്യത്തിലാകുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയതിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞാൻ ഈ ദിവസങ്ങളിൽ ഇവിടെ പ്രസംഗിക്കുന്നത് യാക്കോബിന്റെ ലേഖനത്തിൽ നിന്നാണ്. നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇന്നും ചിന്തിക്കാൻ പോകുന്നത്. എന്നാൽ നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ നിന്നല്ല ഇന്ന് ധ്യാനിക്കുന്നത്. നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒന്നിച്ചു കൂടിയപ്പോൾ ധ്യാനിച്ചു പരീക്ഷ സഹിക്കുന്ന വിശ്വാസം എങ്ങനെയുള്ള വിശ്വാസമാണെന്ന്. യാക്കോബ് പറയുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുന്ന ജീവകിരീടം പ്രതിഫലമായി നൽകുമെന്നാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ധ്യാനിച്ചു മനസ്സിലാക്കി എല്ലാ പരീക്ഷയിലും ദൈവം ഉറ്റുനോക്കുന്നത് ഒരേ കാര്യം തന്നെയാണ്: നിങ്ങൾ ആത്യന്തികമായിട്ട് എന്തിനെ സ്നേഹിക്കുന്നു, അല്ലെ? പരീക്ഷ സഹിക്കുന്ന മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലത്തിന്റെ പേര് പരീക്ഷ സഹിച്ചു എന്നല്ല, ദൈവത്തെ സ്നേഹിച്ചു. ഇവൻ സകലത്തിനും മീതെ ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ടാണ് പരീക്ഷ സഹിക്കാൻ പറ്റിയത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കഷ്ടനഷ്ടങ്ങളൊക്കെ വരുമ്പോൾ ഭക്തനായിട്ട് വളരണമെങ്കിൽ എല്ലാത്തിനും മീതെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാകണം, അല്ലേ? അതാണ് നമ്മൾ സ്ഥിരത എന്ന് കണ്ടു, ഒരു മനസ്സ് ഉള്ളവരായി മാറുക എന്നുള്ളത്. അപ്പോൾ ഈ പരീക്ഷ സഹിക്കുക, പ്രലോഭനങ്ങളെ അതിജീവിക്കുക എന്നുള്ള ഈ വിഷയത്തിൽ പരീക്ഷ സഹിച്ച ഏറ്റവും വലിയ ഭക്തനായ മനുഷ്യനെ നമ്മളിന്ന് പഠിക്കാൻ പോവുക. അത് വേറെ ആരുമല്ല, കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. പരീക്ഷ ജയിച്ച യേശു. അതുകൊണ്ട് ആ പരീക്ഷ ജയിച്ച യേശുവിനെ ധ്യാനിക്കാനായിട്ട് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിലേക്ക് തിരിയാം. ലൂക്കോസിന്റെ 4-ാമത്തെ അധ്യായത്തിലാണ് കർത്താവിന്റെ പ്രലോഭനങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്. കർത്താവ് എങ്ങനെയാണ് പ്രലോഭനങ്ങളെ അതിജീവിച്ചത്, അവൻ എങ്ങനെ ഭാഗ്യവാനായി അല്ലെങ്കിൽ അനുഗ്രഹീത മനുഷ്യനായി എന്നൊക്കെ ഉള്ള നമ്മൾ കാണാൻ പോവുകയാണ്. യാക്കോബിൽ കണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ യേശുക്രിസ്തുവിൽ കാണാൻ പോവുകയാണ്. അവനാണ് നമ്മുടെ മാതൃക, നമ്മുടെ ദൃഷ്ടാന്തം. അങ്ങനെ അവനെ പോലെ നമ്മളും പ്രതികൂലങ്ങളും പ്രത്യേകിച്ച് ഈ പ്രലോഭനങ്ങളും അതിജീവിച്ച് അവന്റെ കാൽ ചുവടുകളിൽ നടക്കുകയാണെങ്കിൽ നമ്മളും പരീക്ഷ ജയിക്കുന്നവരായി മാറും. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്ന്. അപ്പോൾ അവനോട് പിശാച്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകുമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ അവൻ അവനെ യെരൂശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക. നിന്നെ കാപ്പാൻ അവൻ തന്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം അവർ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് അരുളി ചെയ്തിരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്ന് അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് എല്ലാവരും അവനെ പ്രശംസിച്ചു. ആമുഖമായിട്ട് ഈ വേദഭാഗത്തിൽ 3 നിരീക്ഷണങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. ഒന്നാമതായിട്ട് നിങ്ങൾ ഈ വേദഭാഗം തുടങ്ങുന്നത് ശ്രദ്ധിച്ചോ? യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് യോർദാൻ വിട്ടു മടങ്ങി.
അതിന് മുമ്പത്തെ അധ്യായത്തിലുണ്ട്. യോഹന്നാൻ സ്നാപകൻ തന്നെ സ്നാനം കഴിപ്പിച്ചപ്പോഴാണ് പരിശുദ്ധാത്മ നിറവ് യേശുവിന്റെ മേൽ വന്നത്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നുണ്ടോ, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു. അപ്പൊ ആരാ ഈ പരീക്ഷയിലേക്ക് നയിച്ചോണ്ട് പോയത്? ആത്മാവ്. പക്ഷെ പരീക്ഷയിലെ പ്രലോഭനം വന്നത് പിശാചിൽ നിന്ന്, അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ യാക്കോബിൽ എന്ത് വായിച്ചത്? പരീക്ഷ ദൈവം ചെയ്യാറുണ്ട്, നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന ദൈവം ചെയ്യാറുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു, പ്രലോഭനം വരുമ്പോൾ ആരും പറയരുത് ദൈവം എന്നെ പ്രലോഭിക്കുന്നു എന്ന് ആരും പറയരുത്. കാരണം പ്രലോഭനം ദൈവത്തിൽ നിന്നല്ല, പരീക്ഷ ദൈവത്തിൽ നിന്നാണ്. പക്ഷെ ദൈവം കൊണ്ടുവരുന്ന പരീക്ഷയ്ക്കകത്ത് എന്ത് കാണും? പൈശാചിക പ്രലോഭനങ്ങൾ കാണും, അല്ലേ? അപ്പോൾ അവൻ പിശാചിനാൽ പ്രലോഭിക്കപ്പെട്ടു. പക്ഷേ പരീക്ഷ വന്നത് ദൈവത്തിൽ നിന്നായിരുന്നു. എന്തായിരുന്നു പരീക്ഷ? നീയെ ദൈവത്തെയാണോ അതോ നിന്നെ തന്നെയാണോ കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ട്. നമ്മുടെ പ്രലോഭനത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. കർത്താവിന് പരീക്ഷ അല്ലെങ്കിൽ പ്രലോഭനം പിശാച് കൊണ്ടുവന്നതാണ്. നമുക്ക് പിശാച് മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് ജഡവും കൂടെ ഉണ്ട്, അല്ലേ? നമുക്ക് മോഹങ്ങളുണ്ട്. അതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യാക്കോബിൽ കണ്ടത്. പ്രലോഭനം നിങ്ങളുടെ മോഹങ്ങളിൽ നിന്ന് ജനിച്ച് പിന്നെ അതെന്ത് പ്രസവിക്കുന്നു? പാപത്തെയും മരണത്തെയും പ്രസവിക്കുന്നു. കർത്താവിന് നമ്മളെപ്പോലെ പാപ സ്വഭാവമുള്ളൊരു ജഡമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് പ്രലോഭനം പൂർണ്ണമായിട്ടും പുറമെ ബാഹ്യമായ പ്രലോഭനമായിരുന്നു. അപ്പോൾ കണ്ടോ, കർത്താവിൻ്റെ ആത്മാവ് പരീക്ഷയിലേക്ക് നയിക്കും, പ്രലോഭനം പിശാചിൽ നിന്ന് വരും. ഇപ്പൊ പരീക്ഷ ദൈവത്തിൽ നിന്ന് വരുന്നു, പ്രലോഭനം പിശാചിൽ നിന്ന് വരുന്നു. രണ്ടാമത്തെ നിരീക്ഷണം, ഇത് തുടങ്ങിയത് കണ്ടോ, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. എന്നാൽ പ്രലോഭനവും പരീക്ഷയെല്ലാം കഴിഞ്ഞ് 12-ാമത്തെ വാക്യം നോക്കി, അല്ല 14-ാമത്തെ വാക്യം, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചു. അപ്പൊ പ്രലോഭനവും പരീക്ഷയ്ക്ക് മുമ്പേ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു. പരീക്ഷ കഴിഞ്ഞപ്പോ യേശു ആത്മാവിന്റെ ശക്തിയുള്ളവനായി മാറി. ആത്മനിറവിൽ നിന്ന് ആത്മശക്തിയിലേക്കുള്ള യാത്രയുടെ ഇടയിൽ എന്തുവാ? പരീക്ഷ, അല്ലേ? പലപ്പോഴും നമുക്കും ഇതാ കുഴപ്പം. നമ്മൾ ആത്മ നിറവൊക്കെ പ്രാപിച്ചവരാ, പക്ഷെ ആത്മശക്തിയില്ല. കാരണം എന്താ? ഈ ആത്മനിറവിൽ നിന്ന് ആത്മശക്തിയിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നമ്മൾ പരീക്ഷ ജയിക്കണം. നമ്മുടെ പലരുടെയും ചിന്ത, ഒരു മീറ്റിങ്ങിന് പോയി ഒരാൾ തലയിൽ കൈവച്ച് ആത്മനിറവ് പ്രാപിച്ചു, ഇനി ഞാൻ അങ്ങോട്ട് ഇറങ്ങി അങ്ങ് ഭൂമി കുലുക്കാൻ പോവാന്നില്ല. ആത്മനിറവ് ലഭിച്ചു, ശരിയാ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു. പക്ഷെ ഇനി പരീക്ഷ ജയിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോഴാണ് എന്ത് വരുന്നത്? ആത്മാവിന്റെ ശക്തി പുറപ്പെട്ടു വരുന്നത്. നമ്മുടെയൊക്കെ ശരീരത്തിൽ ഡോക്ടർമാർ പറയുന്നത് 600 മസിലുകൾ ഉണ്ടെന്ന, പേശികൾ, 600 പേശികൾ. പക്ഷെ നമ്മളും എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നവന് തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലേ? അവൻ കൈയൊന്ന് മടക്കിയ 10-30 പേശിയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും. നമ്മളോ ഒന്നും കാണാനില്ല, അല്ലേ? തൂങ്ങിക്കിടക്കുന്നു, അല്ലേ? അപ്പോൾ നമ്മുടെ എല്ലാ ശരീരത്തിലെ എല്ലാവർക്കും ഒരുപോലെ 600 പേശിയുണ്ടെങ്കിലും എന്നും പോയി അത് പരിശീലിപ്പിക്കുന്നവന് വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ആത്മനിറവ് ലഭിച്ചു, ശരി, പരിശീലനമുണ്ടോ? സ്വകാര്യ ജീവിതത്തില് പാപത്തെ എതിർത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഈ ആത്മാവിൽ ആശ്രയിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ശക്തി പ്രാപിക്കുകയാണ്, നമ്മൾ പുഷ്ടിയുള്ളവരായി മാറുകയാണ്. അപ്പോൾ എന്നും ആത്മാവിൽ ആശ്രയിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് പ്രയാസപ്പെടുന്ന, പരിശീലനം അതിൻ്റെ ആ ശിക്ഷണത്തിന് കീഴ്പ്പെടുന്നവർക്കാണ് ആത്മനിറവിൽ നിന്ന് ആത്മശക്തിയിലേക്ക് മാറുവാൻ കഴിയുന്നത്. മൂന്നാമത്തെ നിരീക്ഷണം, ഇവിടെ 3 പ്രലോഭനങ്ങൾ ഉണ്ടെങ്കിലും നമ്മളതിൻ്റെ കാര്യങ്ങളിലേക്ക് ഇനി അത് ധ്യാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും. പക്ഷെ 3 പ്രലോഭനത്തിലെയും വിഷയം ഒന്ന് തന്നെയാണ്. പിശാച് വന്നിട്ട് കർത്താവിന് എന്താ ചെയ്യാൻ നോക്കുന്ന പറയുക? കർത്താവിനെ തൻ്റെ സ്വയത്തിലേക്ക് തിരിക്കുകയാണ്. താൻ ഒരു സ്വാർത്ഥനായിട്ട്, ഒരു അഹങ്കാരിയായിട്ട് മാറുക എന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം. ഇവിടെ തന്നെ നിങ്ങൾ 3-ാമത്തെയും 9-ാമത്തെയും വാക്യം നോക്കിയാൽ അവൻ ഈ പ്രലോഭനം പറഞ്ഞു തുടങ്ങുന്നത് എപ്പോഴും നീ ദൈവപുത്രനാണെങ്കിലേ എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. എന്നാൽ കർത്താവിൻ്റെ 4-ാമത്തെ വാക്യം നോക്കി കർത്താവ് മറുപടി പറഞ്ഞു കൊടുക്കുന്നത് മനുഷ്യൻ. അതായത് നീ ദൈവപുത്രനാണ്, ദൈവത്തിൻ്റെ അവതാരമാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് അവൻ
അവൻ ദൈവമാണ്, അവൻ ദൈവികത്വമുള്ളവനാണ്. പക്ഷേ അവൻ മനുഷ്യനും കൂടാണ്. കർത്താവ് പറയുന്നത്, ഞാനൊരു മനുഷ്യൻ എന്ന രീതിയിൽ എൻ്റെ പിതാവിനോട് കീഴ്പ്പെട്ടു ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. അല്ലാതെ നീ പറയുന്ന പോലെ ഞാൻ ദൈവപുത്രനാണെന്നും പറഞ്ഞ് അഹങ്കരിച്ച് എനിക്ക് തോന്നിവാസം ചെയ്യുവാൻ ആഗ്രഹമില്ല. അപ്പോൾ ഈ പിശാചിൻ്റെ ആഗ്രഹം നമ്മൾ സ്വാർത്ഥരാകുക എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ, സ്വന്തം ഇഷ്ടത്തിൽ നമ്മൾ നടക്കുക. കർത്താവ് പറഞ്ഞു, ഇല്ല, എനിക്ക് എൻ്റെ പിതാവിൽ ആശ്രയിച്ച് ജീവിച്ചാൽ മതി. എൻ്റെ ഹിതം വേണ്ട, പിതാവിൻ്റെ ഹിതം മതി. അപ്പോൾ ഈ ആശ്രയം, ദൈവത്തിലുള്ള ആശ്രയം, അപ്പുറത്ത് സ്വയത്തിലുള്ള ആശ്രയം, ഇത് തമ്മിലുള്ള പല വിധത്തിലുള്ള പോരാട്ടങ്ങളാണ് ഈ 3 പ്രലോഭനങ്ങളും. അപ്പോൾ എല്ലാ പ്രലോഭനങ്ങളും തത്വത്തിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത് എവിടെ? ദൈവത്തിലാണോ നിങ്ങളിലാണോ? നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുള്ള എല്ലാ പ്രലോഭനങ്ങളും എടുത്ത് ചിന്തിച്ചാലും അവിടെ മനസ്സിലാക്കാൻ കഴിയും ആശ്രയം എവിടെ, നിങ്ങൾ എവിടെ ചാരി നിൽക്കുന്നേ. ദൈവം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനത്തിലും അവന്റെ ആത്മാവിലുമാണോ നിങ്ങൾ ആശ്രയിക്കുന്നത്, അതോ നിങ്ങൾ സ്വയകേന്ദ്രീകൃത ജീവിതമാണോ നയിക്കുന്നത്? ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ മനുഷ്യൻ എന്ന രീതിയിൽ അവന്റെ വചനത്തിന് കീഴ്പ്പെട്ട് അവന്റെ ആത്മാവിൽ ആശ്രയിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ആത്മാവിൽ ആശ്രയിച്ച് പരീക്ഷ പാസ്സായതുകൊണ്ടാണ് പരീക്ഷ കഴിഞ്ഞപ്പോൾ ആത്മാവിന്റെ ശക്തിയുള്ളവനായി മാറിയത്. അല്ലാതെ ആത്മനിറവിൻ്റെ ഒരു അനുഭവം മാത്രമല്ല ഉള്ളത്. ആത്മശക്തിയിൽ ദൈനംദിന ജീവിതം നയിച്ചതുകൊണ്ട് പിന്നീട് നമ്മൾ വായിക്കുന്ന കർത്താവിൻ്റെ ശുശ്രൂഷകൾ വളരെ ശക്തമായ ആത്മാവിൻ്റെ പ്രവൃത്തികളുള്ള, അല്ലേ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും വിടുതലുകളും എല്ലാം മരിച്ചവരെ ഉയർത്തുന്നതുമായ എല്ലാ ശക്തമായ ശുശ്രൂഷകളൊക്കെ പിന്നീടുള്ളതായി. പക്ഷേ തുടങ്ങിയത് എവിടെ? സ്വകാര്യമായിട്ട് താൻ ആത്മാവിൽ ആശ്രയിച്ച് പരീക്ഷ പാസ്സായപ്പോൾ. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു, അല്ലേ? 3 ആമുഖമായിട്ട് പറഞ്ഞ 3 ചിന്തകൾ, അല്ലേ? പരീക്ഷ ദൈവമായിട്ട് കൊണ്ടുവരുന്നു, പ്രലോഭനം പിശാചിൽ നിന്ന് വരുന്നു. പരീക്ഷ പാസ്സായാലേ ആത്മാവിൻ്റെ ശക്തിയുള്ളൂ. അതുപോലെ എല്ലാ പരീക്ഷയിലും ദൈവം നോക്കുന്നത് ഒരേ കാര്യം തന്നെയാണ്, നിങ്ങളുടെ ആശ്രയം എവിടെയാണ്, നിങ്ങൾ ആരെയാണ് ആത്യന്തികമായിട്ട് സ്നേഹിക്കുന്നത്. ശരി, നമുക്കിനി സമയം കടന്നു പോകുന്നത് കൊണ്ട് ഓരോ പരീക്ഷകളിലേക്ക് കടക്കാം. ആദ്യത്തെ പ്രലോഭനം അല്ലെങ്കിൽ ആദ്യത്തെ പരീക്ഷ അനുസരണത്തിൻ്റെ പരീക്ഷയാണ്. അപ്പോൾ അത് 3ഉം 4ഉം വാക്യങ്ങൾ വായിക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണമേ, കർത്താവിന് വിശന്നപ്പോൾ, അല്ലേ, അവന് വിശന്നപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ നമ്മൾ ആ പശ്ചാത്തലം ഒന്ന് ചിന്തിക്കണമേ. അവിടെ ആദ്യം പറഞ്ഞിട്ടുണ്ട്, കർത്താവ് 40 ദിവസം പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു കൊണ്ടിരുന്നു. ആ ദിവസങ്ങളിലൊന്നും അവൻ ഭക്ഷിച്ചില്ല. അപ്പോൾ 40 ദിവസം കർത്താവ് ഉപവാസമായിരുന്നു. ഭക്ഷണവും പാനീയവും ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും, അല്ലേ, താൻ അവിടെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നും ഭക്ഷിച്ചില്ല. മത്തായിയിൽ പറഞ്ഞിട്ടുണ്ട്, അവൻ വെള്ളം പോലും കുടിക്കാതെയാണ് 40 ദിവസം അവിടെ മരുഭൂമിയിലായിരുന്നു. 2ാമത്തെ വാക്യം ശ്രദ്ധിക്കണം, അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു തുടങ്ങി. 40 ദിവസം കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് പിന്നീട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 3 പരീക്ഷ അല്ലെങ്കിൽ ഈ 3 പ്രലോഭനം മാത്രമല്ല കർത്താവ് മരുഭൂമിയിൽ അനുഭവിച്ചത്. 40 ദിവസം വേറെ പല പരീക്ഷകളും ഉണ്ടായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള കാതലായ 3 എണ്ണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 13ാമത്തെ വാക്യം, പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറച്ചു കാലത്തേക്ക് അവനെ വിട്ടുമാറി. ഇവരെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും വന്നു. അപ്പോൾ ചിലരുടെ വിചാരമുണ്ട്, നമ്മൾ എന്തോരം പ്രലോഭനം, കർത്താവ് വെറും 3 എണ്ണം. അങ്ങനല്ല, 40 ദിവസവും അവിടെ പരീക്ഷയും പ്രലോഭനവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞും പിന്നെയും വന്നു. ജീവിതം മുഴുവൻ പോരാട്ടമായിരുന്നു. പക്ഷെ ഈ 3 എണ്ണം എടുത്തു പറഞ്ഞിരിക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ ആ വിശപ്പ് ന്യായമായ ഒരു വിശപ്പായിരുന്നു. അല്ലാതെ 40 ദിവസം ഉപവാസത്തിൻ്റെ ഇടയിൽ അനുസരണക്കേടിൻ്റെ വിശപ്പല്ല. 40 ദിവസം ഉപവാസം കഴിഞ്ഞാൽ വിശക്കത്തില്ലേ? ഉപവസിച്ചവർക്കറിയാം, വിശക്കും, അല്ലേ? അപ്പോൾ അത് ന്യായമായ ഒരു ആവശ്യമായിരുന്നു അവൻ്റെ ജീവിതത്തിൽ. അങ്ങനെ ന്യായമായ ഒരു ആവശ്യം കടന്നു വന്നപ്പോൾ പിശാച് വന്നു. ഈ പിശാച് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് വരുന്നതെന്നറിയാമോ? നമുക്കൊരാവശ്യമൊക്കെ ഉള്ളപ്പോൾ അവൻ എങ്ങനെ വരുന്നതെന്നറിയാമോ? ഒരു സഹായകനായിട്ട് വരും. നമ്മുടെയൊക്കെ വിചാരം പിശാച് വരുന്നത് എന്തോ ഭൂതം വരുന്ന പോലെ എന്നാണ്. അത് വളരെ ചുരുക്ക സമയങ്ങളിലേ ഉള്ളൂ തുറന്ന് ഭൂതമായിട്ട് പോരാട്ടത്തിന് ഇറങ്ങി വരുന്നത്. പലപ്പോഴും പിശാച് വരുന്നത് എങ്ങനെയാണ്?
അഭ്യുദയകാംക്ഷിയായിട്ട്, നമ്മുടെ ഒരു സഹായകനായിട്ട്, ഒരു സുഹൃത്തായിട്ട് കടന്നു വരും. നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന നല്ല സുഹൃത്തായിട്ട് കടന്നു വരും. അല്ലേ? വിശന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ കടന്നു പറയുകയാണ് ആഹാരം കഴിക്കാം. അതിലെന്താ തെറ്റ്? ഉപവാസം കഴിഞ്ഞില്ലേ? അതിലെന്താ തെറ്റ്? പിന്നെ എങ്ങനെ ആഹാരം ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? പൈശാചിക ലൗകിക വഴികളിലൂടെയാണോ? അല്ല, ദൈവം കൊടുത്ത അഭിഷേകം. നീ 40 ദിവസം മുമ്പ് സ്നാനപ്പെട്ടപ്പോൾ നിനക്ക് അഭിഷേകം കിട്ടിയിരുന്നു. അഭിഷേകം വെച്ച് നിനക്ക് അത്ഭുതമൊക്കെ പ്രവർത്തിക്കാം. ആ അത്ഭുതം അങ്ങോട്ട് പ്രവർത്തിച്ചാൽ, പിന്നെ ഇവിടെ കല്ലേ ഉള്ളൂ, പിന്നെ അത്ഭുതം പ്രവർത്തിച്ചാലേ ആഹാരമുള്ളൂ. അപ്പോൾ ഇതിലെന്താ തെറ്റ്? നിനക്ക് വിശക്കുന്നു, ഉപവാസം കഴിഞ്ഞു, നിനക്ക് ദൈവം തന്നെ ഒരു കഴിവ് തന്നിട്ടുണ്ട്. അല്ല പൈശാചിക കഴിവൊന്നും, എന്താ പറയുക, പാപത്തിന്റെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തല്ല, ദൈവം തന്നെ തന്ന അഭിഷേകം ഉപയോഗിച്ച് ആഹാരം കഴിക്കുക. കണ്ടോ? അവനെപ്പോഴും അഭ്യുദയകാംക്ഷിയായിട്ടാണ് വരുന്നത്. നിന്റെ നന്മയ്ക്കായിട്ട് ഞാനിതാ നിനക്ക് ബുദ്ധി പറഞ്ഞു തരുന്നു. അല്ലേ? ഏദൻ തോട്ടത്തിൽ എങ്ങനെ പിശാച് വന്നത്? ഞാൻ പിശാചാണ്, നിങ്ങളെ എല്ലാം വഞ്ചിക്കാൻ പോകുന്നു പറയണോ? അല്ല. അല്ലേ? വഞ്ചിക്കുകയായിരുന്നു എന്ന് പിന്നീടുള്ള അധ്യായങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അല്ലേ? പൗലോസ് തന്നെ പറയുന്നുണ്ട്, അവൻ വഞ്ചിച്ചു, ഉപായത്താൽ ഹൗവയെ വഞ്ചിച്ചു. എന്തോ പറഞ്ഞ വഞ്ചിച്ച്? അയ്യോ നല്ലതാ ഈ പഴം, ഈ പഴം കഴിച്ചാലേ നിങ്ങൾ ദൈവത്തെ പോലെ, അല്ല പിശാചിനെ പോലെ ആകുമെന്നല്ല, നിങ്ങൾ ദൈവത്തെ പോലെ ആകും. ദൈവത്തെ പോലെ ആകണ്ടായോ? എന്നാ വാ. അല്ലേ? മത്തായി 16 കർത്താവ് പറഞ്ഞു, ഞാൻ ക്രൂശിൽ പോയി മരിക്കാൻ പോകുന്നു, എല്ലാവരും തഴയപ്പെട്ട് ഞാൻ മരിക്കാൻ പോകുന്നു. അപ്പോൾ പിശാച് പത്രോസിനകത്ത് ഇരുന്നുണ്ടെന്ന് പറഞ്ഞു, അങ്ങനൊന്നും നിനക്ക് വരാൻ പാടില്ല. അല്ലേ? നിന്നെ പോലെ ഇത്ര നല്ലവനും ദൈവപുത്രനായ മഹത്വത്തിന്റെ രാജാവ്, നീ എല്ലാവരും ത്യജിക്കപ്പെട്ട്, അതും യെരുശലേമിൽ, അല്ല വേറെ എവിടെ അല്ല, ദൈവത്തിന്റെ ആലയത്തിൽ പോയി നീ മരിക്കുന്നു. അയ്യോ അതൊന്നും നിനക്ക് വരാൻ പാടില്ല. അല്ലേ? നിങ്ങളിപ്പോൾ പറയണം ഞാൻ കഷ്ടതയിലേക്ക് പോകാൻ പോവാണ്. ഇപ്പൊ ഇന്ന് നമ്മൾ പാടിയ പാട്ട്, താതൻ എന്നെ തകർക്കുവാൻ ഇഷ്ടമെങ്കിൽ നമ്മൾ ഒരു സഹോദരൻ പറയാം, അങ്ങനൊന്നും ദൈവം ചെയ്യത്തില്ലെന്ന്. നമ്മളെന്തോ പറയും? പിശാച് എന്ന് പറയും. ഇല്ല, നമ്മൾ പറയും നല്ല സഹോദരനോട് എന്ത് സ്നേഹമുള്ള സഹോദരൻ, അല്ലേ? ആരെങ്കിലുമൊക്കെ എനിക്ക് ഉണ്ടപ്പോൾ എന്ന് പറയും. അല്ലേ? കർത്താവ് പറയണ ഞാൻ ക്രൂശിൽ പോകാനെന്ന് പറയാം, അങ്ങനൊന്നും നിനക്ക് വരാൻ പറ്റില്ല. നിനക്ക് ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല നിനക്ക് അങ്ങനെ സംഭവിക്കാൻ. വളരെ വാത്സല്യത്തോടെ പറഞ്ഞപ്പോൾ കർത്താവ് എന്ന് പറഞ്ഞു, പോ പിശാചേ, നിനക്ക് ദൈവത്തെക്കാളും മനുഷ്യരുടെ കാര്യത്തിലാണ് ചിന്ത. മനുഷ്യൻ ഒരു പ്രശ്നത്തിൽ കൂടെ പോകാൻ പാടില്ല, ഒരു സഹനവും വരാൻ പാടില്ല, ഒരു കുരിശും വരാൻ പാടില്ല. ജീവിതം വളരെ സുഖത്തോടെ ജീവിക്കണം. അതാണ് മനുഷ്യനിലാണ് നിന്റെ ചിന്ത. ക്രൂശിനെ കാണണ്ട, കണ്ണ് കുരുടാക്കി. അത് പിശാചാണ്. പിശാച് എപ്പോഴും സഹായകനായിട്ടാണ് വരുന്നത്. അല്ലേ? നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സഹായകനായി വന്ന് നിങ്ങളെ വഞ്ചിച്ചു. അല്ലേ? നിങ്ങൾ വിചാരിച്ച് ഈ പ്രശ്നം ഇങ്ങനെയൊക്കെ അങ്ങ് സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞ് പിശാചിൻ്റെ വഴിയെ പോയി. അല്ലേ? അപ്പോൾ കർത്താവിൻ്റെ അടുത്തും വന്ന് പറയാണ്, കർത്താവേ ദൈവപുത്രൻ ഉണ്ടല്ലോ, നിങ്ങൾ ഒരപ്പം ഉണ്ടാക്കി ഞാൻ കഴിക്കുന്നേ, വിശന്നിരിക്കുകയല്ലേ, ദൈവം തന്ന അഭിഷേകം ഉപയോഗിച്ച് സ്വന്തം കാര്യം ഒന്ന് നോക്കിക്കൂടെ? ഇത് നമ്മൾക്ക് പലപ്പോഴും ഈ പ്രലോഭനം, ഞാൻ ഈ പറഞ്ഞ പോലെ പറഞ്ഞപ്പോൾ പലർക്കും അത് പാപമായിട്ടൊന്നും തോന്നുന്നില്ല. അല്ലേ? നിങ്ങൾക്ക് വിശന്നിരിക്കുന്നു, ഉപവാസം കഴിഞ്ഞു, ദൈവം തന്ന അഭിഷേകം വെച്ച് നിങ്ങളൊരു അത്ഭുതം പ്രവർത്തിച്ചൊരു അപ്പം അങ്ങോട്ട് ഉണ്ടാക്കി കഴിക്കുന്നു. ഇതിലെന്തോ ഇത്ര പാപം? ഈ പാപം എന്താണെന്ന് അറിയണമെങ്കിൽ കർത്താവിൻ്റെ മറുപടി പഠിക്കണം. കർത്താവ് എന്താണ് ഇത് കണ്ടതെന്ന് മനസ്സിലാക്കണമെങ്കിൽ കർത്താവിൻ്റെ മറുപടി മനസ്സിലാക്കണം. അതിനാണ് 4-ാമത്തെ വാക്യം, യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നു. മത്തായി 4:4 ഒന്ന് വായിച്ചേ. കാരണം ലൂക്കോസ് പകുതിയെ പറഞ്ഞുള്ളൂ. മത്തായി 4:4 ഒന്ന് വായിച്ചേ ആരെങ്കിലും. അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. കണ്ടോ? അപ്പൊ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, എൻ്റെ പിതാവിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് അത്ര ജീവിക്കുന്നത്. എന്താ കർത്താവ് ഉദ്ദേശിച്ചത്? നീ പറഞ്ഞ ഈ പദ്ധതി കേൾക്കാനൊക്കെ കൊള്ളാം, കേൾക്കുമ്പോൾ നന്മയാണെന്നൊക്കെ തോന്നും, യുക്തിക്ക് യോജ്യമായതാണെന്നൊക്കെ തോന്നും, ബുദ്ധിപരമായിട്ടൊക്കെ തോന്നും. പക്ഷേ ഒരു കാതലായ വിഷയം അതിൽ അടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് അത് ഉപായം എന്ന് പറയുന്നത്. 99% കൊള്ളാം, 1% വിഷം. എന്താ വിഷം? എൻ്റെ പിതാവ് പറഞ്ഞില്ല. അല്ലേ? ഞാൻ വിശന്നിരിക്കുകയാണ്, ആഹാരം കഴിക്കണം, എനിക്ക് ദൈവം തന്ന അഭിഷേകം ഉപയോഗിച്ച് കല്ലിനെ അപ്പമാക്കുവാൻ എൻ്റെ പിതാവ് പറഞ്ഞില്ല. അതാണ് അതിലെ കാതലായ വിഷയം. അപ്പം നമുക്ക് പലപ്പോഴും അതെന്തോ എത്ര വലിയ, കാരണം നമ്മൾ പിതാവ് പറയുന്നത് 99% അനുസരിക്കാത്തവരാ. അപ്പം നമുക്കത് വലിയ പാപമായിട്ടും തോന്നത്തില്ല.
എന്നാൽ പരിപൂർണ വിശുദ്ധിയിൽ നടക്കുന്ന ദൈവപുത്രന് അതാണ് പാപം. പിതാവ് പറയാത്തൊരു കാര്യം ഞാൻ ചെയ്യത്തില്ല. അതത്ര ആത്മാവിന്റെ ശക്തി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു അത്ഭുതമാണേ പോലും ഞാൻ ചെയ്യത്തില്ല. കണ്ടോ, കർത്താവിന്റെ ആ ഒരു അനുസരണത്തിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? എൻ്റെ പിതാവ് പറയാതെ ഞാൻ ഒന്നും ചെയ്യത്തില്ല. എൻ്റെ ആവശ്യം എത്ര ന്യായമായതായാലും തീവ്രമായതായാലും ഞാൻ ഒന്നും ചെയ്യൂല. മനസ്സിലാകുന്നുണ്ടോ? നമ്മളൊക്കെ അങ്ങനെയാണോ? എൻ്റെ ആവശ്യബോധം എത്ര തീക്ഷ്ണമായതായാലും എൻ്റെ അപ്പൻ മൗനമായി ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഒന്നും ചെയ്യത്തില്ല. ആ വിഷയത്തിൽ ഞാൻ ഒന്നും ചെയ്യത്തില്ല. ദൈവം മൗനമായി ഇരിക്കുമ്പോൾ എന്ത് ചെയ്യണം? എത്ര കഠിനമായ പരിസ്ഥിതി ആയാലും സാഹചര്യമായാലും എൻ്റെ ദൈവം മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഞാൻ ഒന്നും ആ വിഷയത്തിൽ ചെയ്യാൻ പോകുന്നില്ല. ദൈവം പറയാതെ അനങ്ങത്തില്ല. അതാണ് അനുസരണം. ദൈവത്തിൻ്റെ ശബ്ദത്തോട് മാത്രമേ ഞാൻ പ്രതികരിക്കുകയുള്ളൂ. കാരണം എന്താണ്? കർത്താവ് പറയുകയാണ്, ഞാൻ അപ്പം തിന്നാൻ വേണ്ടി അല്ല ജീവിക്കുന്നത്. എൻ്റെ ആവശ്യങ്ങളൊക്കെ അങ്ങ് നിറവേറി ഒരു സുഖകരമായ ജീവിതം ജീവിക്കുവാൻ വേണ്ടി അല്ല ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നെക്കുറിച്ചുള്ള എൻ്റെ പിതാവിൻ്റെ ഹിതം ചെയ്യുക എന്നുള്ളതാണ്. മരുഭൂമിയിൽ അപ്പം കഴിക്കാൻ ഇതുവരെ എൻ്റെ ദൈവം പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ പറയുമായിരിക്കും, അതെന്നോട് പിശാചല്ല എന്ന് പറഞ്ഞു തരേണ്ടത്, എൻ്റെ ജഡമല്ല പറഞ്ഞു തരേണ്ടത്. അപ്പം പറയുന്നത് വരെയും ഞാൻ അപ്പം കഴിക്കാതിരിക്കും. ഇതാണ് കർത്താവിൻ്റെ മാതൃക. ഇത് മരുഭൂമിയിൽ മാത്രം കാണിച്ച മാതൃകയല്ല. എവിടെ പോയി തിരിഞ്ഞു നോക്കിയാൽ ഇത് തന്നെ കാണും. യോഹന്നാൻ 4:31 മുതൽ 34. ആ ഗുരു ഉച്ചയ്ക്ക് 1 മണിയായി വന്ന ഞങ്ങളിതാ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, ബാ കഴിക്കാം. അപ്പോ കർത്താവ് പറയുകയാണ്, എനിക്ക് വേറെ ആഹാരം ഉണ്ടെന്ന്. അപ്പൊ തുറന്നു വായിച്ചാട്ടെ. ശിഷ്യന്മാർ വിചാരിച്ചു നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് വരുന്നതിനിടയിൽ വേറെ ആരോ ഇവന് ആഹാരം കൊടുത്തെന്ന് അവര് ചിന്തിച്ചു. അപ്പൊ കർത്താവിന്റെ മറുപടിയാണ് 34-ാമത്തെ വാക്യം. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ വേല തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. എൻ്റെ ആഹാരം അപ്പമല്ല, എൻ്റെ ആഹാരം ദൈവഹിതം ചെയ്യുക. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത് ഇന്ന് രാവിലെ പാടി നമ്മൾ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? പാട്ടുപാടിയൊക്കെ ഓർമ്മയുണ്ടോ? ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം. കർത്താവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് യോഹന്നാനില്. ഇത് എന്റേതാക്കിയാണ് ആ പാട്ടുകാരൻ പി മാത്യു അങ്ങൾ പാടിയത്. ഒന്ന് പാടിക്കേ. എന്റെ രക്ഷകന്റെ ഇഷ്ടം ചെയ്ത് വേല തികയ്ക്കുന്നുണ്ടോ? ഈ വാക്യത്തിൽ നിന്ന് ആ ഭാഗം എഴുതിയിരിക്കുന്നത്. അവന്റെ വേല തികയ്ക്കുന്നത് എന്റെ ആഹാരം. നമ്മളെല്ലാം പാട്ട് പാടിയപ്പോ ഈ അർത്ഥത്തിലാണ് പാടിയത്. കർത്താവിന്റെ മരുഭൂമിയിലെ അനുഭവം നിങ്ങൾ ഓർത്തോ? എത്ര തീവ്രമായ വിശപ്പായാലും ന്യായമായ വിശപ്പായാലും എൻ്റെ പിതാവ് പറയാതെ ഞാനത് ചെയ്യത്തില്ല. കാരണം ഈ ഭൗതികമായ ആഹാരത്തെക്കാളും വലുതാണ് ദൈവഹിതം ചെയ്യുക എന്നുള്ളത്. അപ്പം ആഹാരത്തിൻ്റെ വിഷയത്തിൽ മാത്രം അത് ഒതുക്കണ്ട. നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് ആവശ്യം വേണേ എടുത്തോ, അതിനേക്കാളെല്ലാം അധികമായ ആവശ്യബോധം നിങ്ങളുടെ ഉള്ളിൽ അനുസരിക്കുക എന്നുള്ളതാണോ? ആഹാരം കഴിക്കുന്നതിനേക്കാളും ജോലി ചെയ്യുന്നതിനേക്കാളും പണം സമ്പാദിക്കുന്നതിനേക്കാളും സമൂഹത്തിൽ ആളാകുന്നതിനേക്കാളും എൻ്റെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നതിനേക്കാളും കടബാധ്യത പോകുന്നതിനേക്കാളും എല്ലാത്തിനേക്കാളും ആഴമായിട്ട് ഞാൻ അറിയുന്ന വിശപ്പ് ഒന്നാണ്, എനിക്ക് പിതാവിൻ്റെ ഹിതം ചെയ്യണം, അനുസരിക്കണം. അങ്ങനൊരു ഹൃദയമുണ്ടോ? അങ്ങനെ ഒരു ഹൃദയമുണ്ടെങ്കിൽ നിങ്ങൾ അനുസരണത്തിന് വേണ്ടി എന്തു വില കൊടുക്കുവാനും തയ്യാറായിരിക്കും. പിശാച് വന്നിട്ട് നിന്റെ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ഏതാണ്ട് ഇങ്ങനെ പ്രവർത്തിച്ചാൽ പറയാം പോടാന്ന് പറയും. ഇന്ന് അങ്ങനത്തെ വിശ്വാസികളാണോ? ഇന്ന് ദൈവത്തെ മുതലെടുത്ത് സ്വന്തം കാര്യ ലബ്ധിക്ക് വേണ്ടി നടക്കുന്നവരാണ് വിശ്വാസികൾ. ദൈവത്തിന്റെ പുറകെ വരുന്ന ഒരു 99% എന്തിനാ വരുന്നേ? എൻ്റെ വീട്ടിൽ പ്രശ്നമുണ്ട്, അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ ഇങ്ങനെ ഒന്ന് കൂട്ടുപിടിക്കണം. വീട്ടിലെ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്തില്ലെങ്കിൽ പോകാൻ പറ, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പോകാൻ പറ. എത്രയോ പേര് ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകളൊക്കെ അതല്ലേ പറയുന്നത്, അല്ലേ? ഇന്ന് ചിലര് സൺഡേ എന്താ പറയാ ആരാധനയ്ക്ക് വരാതെ ജോലിക്ക് പോകുന്നവരുണ്ട്. എന്താ അവർ പറയുന്നത്? പണമാണ് ദൈവത്തെക്കാളും വലുത്.
എനിക്ക് സമ്പാദിക്കണം, എൻ്റെ ജോലിയാണ് ദൈവത്തെക്കാളും വലുതെന്ന് പറയുന്നവർ ഞായറാഴ്ചകളിൽ തൊഴിലിന് പോകുന്നവരുണ്ട്, അല്ലേ? അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും എടുത്ത് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, നമ്മൾ കർത്താവിനെ പോലെ അനുസരണത്തിന് വേണ്ടി ദാഹിക്കുന്നവരല്ല. കർത്താവ് ഈ പറഞ്ഞത് ഒരു വേദവാക്യമാണ്. ഈ 3 പ്രലോഭനങ്ങളിലും കർത്താവ് ഉത്തരം പറഞ്ഞതെല്ലാം ദൈവവചനമാണ്, അല്ലാതെ സ്വന്തമായിട്ടൊന്നും പറഞ്ഞില്ല. അത് നമുക്ക് ജ്ഞാനമായിട്ടിരിക്കണം. പിശാച് എന്ത് പ്രലോഭനം കൊണ്ടുവന്നാൽ അത് ദൈവവചനം വെച്ച് മറുപടി പറയുവാൻ പഠിക്കണം, അല്ലാതെ സ്വന്തമായിട്ട് അവനോട് കയറി പോരാടാൻ പോകരുത്. ഇത് ആവർത്തന പുസ്തകത്തിന്റെ 8-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് കർത്താവ് ഇത് ഉദ്ധരിച്ചിരിക്കുന്നത്. ആവർത്തന പുസ്തകം 8:2-3 വായിക്കാം. ആവർത്തന പുസ്തകം 8:2-3. തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധങ്ങളെയൊക്കെയും നീ ഓർക്കണം. മരുഭൂമിയിൽ നിന്ന് കടന്നു വന്ന ജനത്തോട് മോശ അവസാനമായിട്ട് പ്രസംഗിച്ച് പറയുകയാണ്, നിങ്ങളെ ഈ 40 വർഷം കർത്താവ് ഈ മരുഭൂമിയിലൂടെ കടത്തിക്കൊണ്ടു വന്നത് നിങ്ങൾ ഓർക്കണം. എങ്ങനെയായിരുന്നു കർത്താവ് നടത്തിയത്? നിങ്ങളെ താഴ്ത്തി നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണെന്ന് അറിയുവാൻ വേണ്ടിയിട്ടുള്ള വിധങ്ങളിലാണ് കർത്താവ് നടത്തിയത്. അടുത്ത വാക്യം കൂടെ വായിച്ചാട്ടെ. അവൻ നിന്നെ താഴ്ത്തുകയും വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനവും കൊണ്ട് ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. കണ്ടോ, ഈ 40 വർഷം അവർക്ക് മരുഭൂമിയിൽ കർത്താവ് സ്വർഗത്തിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ മന്ന എന്ന് പറഞ്ഞ ഒരു ആഹാരം കൊടുക്കുമായിരുന്നു. പക്ഷെ അത് കൊടുത്തതിൻ്റെ പുറകിലുള്ള ആത്മീയ ലക്ഷ്യം എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊരു പാഠം പഠിക്കണം. അപ്പത്താലല്ല ജീവൻ, കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനത്തിലാണ് ജീവൻ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവ സഹായത്താൽ ജീവിക്കുന്നവരാണെന്ന് പഠിക്കണം. അപ്പത്തെക്കാളും വലുത് അപ്പം തരുന്ന ദൈവമാണെന്ന് പഠിക്കണം. നിങ്ങൾ അങ്ങനെ പഠിച്ച് നിങ്ങൾ ദൈവവചനം പാലിക്കുമോ ഇല്ലേ എന്ന് നിങ്ങളുടെ ഹൃദയത്തെ നിർണ്ണയിക്കുവാൻ, അല്ലെങ്കിൽ അതിനെ ശോധന ചെയ്ത് അറിയുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഇതെല്ലാം ചെയ്തതെന്നാണ് 2-3 വാക്യങ്ങളിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വേണ്ടതെല്ലാം ഒരുക്കി തരുന്നത് ദൈവമാണ്. അതുകൊണ്ട് ദൈവമാണ് ഈ ഭൂമിയിലുള്ള എല്ലാ ആവശ്യങ്ങളെക്കാളും വലുതെന്ന് നിങ്ങൾ പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ മന്ന പൊഴിച്ചു കൊടുത്തത്. അവരതൊന്നും പഠിച്ചില്ല. നമ്മളും ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുമ്പോൾ അതാണോ പഠിക്കുന്നത്? ദൈവമാണ് ഈ അനുഗ്രഹത്തെക്കാളും വലുതെന്ന് നമ്മൾ പഠിക്കുന്നുണ്ടോ? അവനെയാണ് ഞാൻ കൂടുതൽ അന്വേഷിക്കേണ്ടത്, അവനെയാണ് ഞാൻ കൂടുതൽ അനുസരിക്കേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആവശ്യങ്ങൾ കടന്നു വരുമ്പോൾ, യഥാർത്ഥമായ വാസ്തവമായ ആവശ്യങ്ങൾ, വളരെയധികം തീക്ഷ്ണമായ ആവശ്യങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ സ്വന്തം ഹിതത്തിൽ നമ്മളങ്ങ് പ്രവർത്തിച്ച് എങ്ങനെയും അതൊന്ന് പരിഹരിക്കാൻ നോക്കും. അല്ലാതെ ദൈവത്തിന് ആലോചനയൊന്നും ചോദിക്കാൻ പോകാറില്ല, അല്ലേ? ദൈവം തന്നെ നൽകിയിരിക്കുന്ന താലന്തുകളും കഴിവുകളും പറ്റുമെങ്കിൽ അഭിഷേകവും ഉപയോഗിച്ച് അതങ്ങ് പരിഹരിക്കാൻ നോക്കും. ഇന്ന് എത്രയോ പ്രസംഗകര് ദൈവം കൊടുത്തിരിക്കുന്ന അഭിഷേകം വയറ്റിപ്പഴപ്പിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അവർ ഈ പ്രലോഭനത്തിൽ തോറ്റു. കർത്താവിനെ നോക്കിക്കേ, ഒരിക്കൽ പോലും തൻ്റെ ഈ കഴിവ് ഉപയോഗിച്ച് അവൻ അപ്പം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എപ്പോഴാണ് അപ്പം ഉണ്ടാക്കിയത്? 5000 പേരെയും 4000 പേരെയൊക്കെ ഊട്ടാൻ വേണ്ടി കർത്താവ് ആ കഴിവ് ഉപയോഗിച്ചു. അല്ലാതെ സ്വന്തം വയറ് നിറയ്ക്കുവാൻ ഒരിക്കൽ പോലും കർത്താവ് ആ അഭിഷേകം ഉപയോഗിച്ചില്ല. അതിൽ നിന്ന് പഠിക്കണം. അഭിഷേകം നൽകുന്നത് മറ്റുള്ളവരെ സേവിക്കാനാണ്, അല്ലാതെ എൻ്റെ പേഴ്സ് നിറയ്ക്കാനും എൻ്റെ വയറ് നിറയ്ക്കാനും അല്ല. ഒരു 99% അല്ല അതിൽ കൂടുതലുള്ള പ്രസംഗകരും ഈ പ്രലോഭനത്തിൽ തോറ്റു. അവർ പിശാചിൻ്റെ പുറകെ പോയി. നീ അഭിഷേക്തനല്ലേ, നിനക്ക് ഈ അഭിഷേകം ഉപയോഗിച്ച് ഈ പൈസ ഉണ്ടാക്കിക്കൂടെ, പോവാം അല്ലേ? ഈ പ്രലോഭനം തോറ്റ അവരൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ആത്മനിറവെന്നും പറഞ്ഞ് കുറെ ബഹളം വെക്കലല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ആത്മാവിൻ്റെ ശക്തി ഒന്നുമില്ല കേട്ടോ. അപ്പൊ അനുസരണത്തിൻ്റെ പരീക്ഷ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും തീവ്രമായ ആവശ്യം നിങ്ങളൊന്ന് ചിന്തിച്ചേ. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും തീവ്രമായ ആവശ്യം, നിങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രയാസമായിരിക്കാം, നിങ്ങൾ കടന്നു പോകുന്ന ഒരു സാഹചര്യമായിരിക്കാം, ഒരു സാമ്പത്തിക വിഷയമായിരിക്കാം, ജോലിയായിരിക്കാം, അല്ലെങ്കിൽ വിവാഹ വിഷയമായിരിക്കാം, കുടുംബ വിഷയമായിരിക്കാം, ഭൗതികമായ എന്തെങ്കിലും ഒരു സുഖലോലുപത ഇല്ലാത്തതായിരിക്കാം, എന്ത് വിഷയമോ ആയിക്കോട്ടെ. അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇതുവരെ ഉത്തരം
ഉത്തരം കിട്ടാത്ത ഒരു വിഷയമായിരിക്കാം. ആ വിഷയം നിങ്ങൾ മനസ്സിലൊന്ന് ചിന്തിച്ചിട്ട് ഈ ചോദ്യം ഒന്ന് ചോദിക്കുക. നിങ്ങൾക്ക് കർത്താവ് പറഞ്ഞതുപോലെ പറയാൻ പറ്റുമോ? മനുഷ്യൻ ബ്ലാങ്ക് കൊണ്ടല്ല ജീവിക്കുന്നത്. നിങ്ങൾക്ക് പറയാമോ? ആ ബ്ലാങ്കിൽ നിങ്ങളുടെ ഈ വിഷയം ഇടാമോ? മനുഷ്യൻ പൈസ കൊണ്ടല്ല ജീവിക്കുന്നത്. മനുഷ്യൻ ഈ പറഞ്ഞ വിഷയങ്ങളല്ല. ജോലി കൊണ്ടല്ല ജീവിക്കുന്നത്. മനുഷ്യൻ വിവാഹം കൊണ്ടല്ല ജീവിക്കുന്നത്. മനുഷ്യൻ സാമ്പത്തിക ഗുണങ്ങൾ കൊണ്ടല്ലെങ്കിൽ ഭൗതിക നന്മകൾ കൊണ്ടല്ല ജീവിക്കുന്നത്. നിങ്ങൾക്കത് പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റുമോ? എൻ്റെ ദൈവം ഇത് തന്നില്ലേലും എൻ്റെ ഹൃദയത്തിലെ അഭിനിവേശം ദൈവഹിതം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പാട്ട് പാടിയപ്പോൾ അതാണ് പാടിയത്. താതനിഷ്ടം എന്നെ തകർക്കുകയാണെങ്കിൽ അത് സമ്പൂർണ്ണമായിട്ട് സംഭവിക്കട്ടെ. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അങ്ങ് നിറവേറ്റി അഭിവൃദ്ധിയുടെ സുവിശേഷമല്ല ഇവിടെ പ്രസംഗിക്കുന്നത്. എല്ലാം അങ്ങ് കൈയടക്കി ദൈവത്താൽ. അതല്ല, ദൈവത്തിന്റെ ഹിതം സംഭവിച്ചു. അത് ചിലപ്പോൾ എന്നെ തകർക്കുവാൻ കർത്താവിനെ കുറിച്ച്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവഹിതം എന്തായിരുന്നു? അവൻ ക്രൂശിൽ മരിക്കണം എന്നുള്ളതായിരുന്നു. അല്ലാതെ അവൻ ഇവിടെ ഭൂമിയിൽ കടന്നു വന്ന് കോടീശ്വരനായിട്ട് വലിയ ബംഗ്ലാവിൽ താമസിച്ച് ഒരു വലിയ പണക്കാരനായിട്ട് മരിക്കുക എന്നുള്ളതല്ലായിരുന്നു യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവഹിതം. അപ്പൊ ദൈവഹിതം പൂർത്തീകരിച്ചോ ഇല്ലേ എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തെ തീരുമാനിക്കുന്നത്. അല്ലാതെ ദൈവത്തെ കൂട്ടുപിടിച്ച് ദൈവത്തെ മുതലാക്കി നമ്മൾ ഒരുപാട് വെട്ടിപ്പിടിച്ചു എന്ന് പറയുന്ന ഈ സമൃദ്ധിയുടെ സുവിശേഷകന്മാർ പറയുന്ന പൊട്ടത്തരമല്ല ഇവിടെ പ്രസംഗിക്കുന്നത്. ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്ന ഇതാണ്: ജീവിതത്തിൽ എന്താവശ്യമായിക്കൊള്ളട്ടെ, എൻ്റെ വിശപ്പ് അനുസരിക്കുക എന്നുള്ളതാണ്. അനുസരണത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എത്ര തീവ്രമായതും ന്യായമായതുമായ ആവശ്യങ്ങൾ നിറവേറപ്പെടാതിരിക്കുമ്പോഴും ഞാൻ അനുസരണത്തിന് വേണ്ടി ജീവിക്കുന്നവനാണ്. നിങ്ങൾ യാക്കോബിന്റെ 1:12 ആ പ്രതിഫലനം ഇവിടെ കേൾക്കുന്നുണ്ടോ? എല്ലാത്തിനും മീതെ ദൈവത്തെ സ്നേഹിക്കുന്നവൻ, അവനാണ് പരീക്ഷ സഹിക്കുന്നത്. അപ്പൊ കണ്ടോ, അനുസരണത്തിന്റെ പരീക്ഷ. മുന്നോട്ട് പോകാം. രണ്ടാമത്തെ പരീക്ഷ ആരാധനയുടെ പരീക്ഷ. അടുത്ത വാക്യത്തിൽ 5-ാമത്തെ വാക്യം: പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ച്, ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം, അതെങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു, നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിൻ്റേതാകും. അപ്പൊ ഇത് എങ്ങനെ കാണിച്ചു എന്ന് ചോദിച്ചാൽ ഒരു ദർശനമായിരിക്കണം. അല്ലാതെ ഉടനെ കർത്താവ് ഭൂമിയിലെല്ലാം അങ്ങ് പോയെന്നല്ല. പിശാച് എങ്ങനെ ഒരു ദർശനമൊക്കെ കൊടുത്തിട്ട് കർത്താവിന് ലോകത്തിലെ സകല അധികാരവും അതിൻ്റെ മഹത്വവും കാണിച്ചു. ലോകത്തിൻ്റെ എല്ലാ അധികാരവും മഹത്വവും, എന്നിട്ടൊരു മോഹന വാഗ്ദാനവും, ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. അല്ലേ? നമ്മൾ ഇപ്പോൾ ഇതെവിടെ കാണുന്നതെന്നറിയാവോ? TV-യിൽ പരസ്യം. ലോകവും അതിൻ്റെ മഹത്വം ഇങ്ങനെ ഇറങ്ങി വരികയാണ്. 30 സെക്കൻഡ് പരസ്യം, എന്നിട്ടൊരു വാഗ്ദാനം, നിങ്ങൾക്കും ഇതാവാം, നിങ്ങളുടെ ജീവിതം ഇതുപോലെയൊക്കെ ആകാം. അല്ലേ? നമ്മളപ്പോൾ തന്നെ ചാടി ഇറങ്ങി അത് പ്രാപിക്കാനായിട്ട് പോകുന്നു. അല്ലേ? ഒരേ ഒരു കാര്യമുള്ളൂ ഇതിനകത്ത്. അല്ലേ? നമ്മളൊക്കെ വലിയ ഈ പരസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എത്ര രൂപ കൊടുത്താൽ ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റാർ ഇട്ടേക്കും. സ്റ്റാർ താഴെ കണ്ണാടിയൊക്കെ ഊരി കുനിഞ്ഞ് നോക്കണം. ഉറുമ്പിൻ്റെ അത്രയുള്ള അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. വേറെ പല വിഷയങ്ങളും കൂടെ ഒക്കെ ഉണ്ട്. അല്ലേ? ചില നടപടികളൊക്കെ ഉണ്ട്, ചില നിബന്ധനകളൊക്കെ ഉണ്ട്. അല്ലേ? വലിയ ഇത് കാണും, 50 രൂപ കൊടുത്താൽ ഇത്രയും കിട്ടുമെന്ന്, സ്വർണം കിട്ടുമെന്ന്, എന്നിട്ട് ഒരു സ്റ്റാർ ഇട്ടിച്ച് താഴെ എന്ന് പറഞ്ഞതുപോലെ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം, സ്റ്റാർ താഴെ, എന്നെ ഒന്ന് നമസ്കരിക്കണം. അല്ലേ? അത്രയേ ഉള്ളൂ. പല പ്രാവശ്യം നമസ്കരിക്കണമെന്നോ എന്നും നമസ്കരിക്കണമെന്നില്ല, ഒന്ന്. അല്ലേ? എന്നല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്? നീ എന്നെ നമസ്കരിച്ചാൽ, ഒരു പ്രാവശ്യം നമസ്കരിച്ചാൽ മതി, നിരന്തരം എന്നെ ആരാധിക്കണമെന്നും പറഞ്ഞിട്ടില്ല. ഒന്ന് കുനിഞ്ഞ് എൻ്റെ മുമ്പിൽ ഒന്ന് നമസ്കരിക്കണം, അത്രേ ഉള്ളൂ. ബാക്കി കിട്ടി, ലോട്ടറി കിട്ടി. അല്ലേ? ഇങ്ങനെ പോണിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ വാക്യങ്ങൾ അടർത്തിയെടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, രാവിലെ തോറും ചിലർ വാട്സാപ്പിലൊക്കെ ഇടും അടർത്തിയ വാക്യങ്ങൾ. അല്ലേ? പൊട്ടത്തരങ്ങളുടെ ബഹളമാണ്. ഞാൻ എല്ലാ സ്ഥിരം നോക്കാറുണ്ട്, മഹാപൊട്ടത്തരങ്ങളാണ്. അപ്പം അങ്ങനെ ഈ പൊട്ടത്തരങ്ങൾ കണ്ട ഒരു വ്യക്തി അമേരിക്കയിൽ ഒരു ദിവസം വിചാരിച്ച ഒരു പരീക്ഷണം നടത്തിക്കളയാൻ. പുള്ളി ഈ വാക്യം എടുത്തു: എന്നെ നമസ്കരിച്ചാൽ, എനിക്ക് മനസ്സുള്ളവൻ ഞാൻ കൊടുക്കുന്നു, എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിൻ്റേതാകും. വാക്യം എവിടെ നിന്ന് എടുത്തു എന്ന് ഇട്ടില്ല, ബൈബിളിൽ നിന്ന് മാത്രം വെച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. 10,000 ആളുകൾ വന്ന് ആമേനെന്നും പറഞ്ഞ് ഏറ്റെടുത്തു. പുള്ളി ഓരോരുത്തർക്ക് ഇരുന്ന് മറുപടി കൊടുത്തു. ഇത് വീഡിയോ ആക്കി പിന്നെ പുള്ളി ഇറക്കി. ഈ മണ്ടൻ ക്രിസ്ത്യാനികൾ എന്നും പറഞ്ഞ് പുള്ളി ഇറക്കി. കിട്ടും എന്ന് ആര് പറഞ്ഞാലും ഏറ്റെടുത്തോളൂ.
ഏത് പശ്ചാത്തലത്തിൽ ആര് പറഞ്ഞു അതൊന്നും വിഷയമല്ല. കാരണം എന്താ? അവർ സത്യസന്ധരായതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. പിശാച് തന്നാലും യേശു തന്നാലും ഞങ്ങൾക്ക് കിട്ടണം, അത്രയേ ഉള്ളൂ. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണമെന്ന് കുഞ്ചൻ നമ്പ്യാർ പാടിയതുപോലെ ഏതവൻ തന്നാലും കുഴപ്പമില്ല, യേശു തന്നാലും കുഴപ്പമില്ല, പിശാച് തന്നാലും കുഴപ്പമില്ല. പലരും ഉണ്ട് അങ്ങനത്തെ സ്വന്തകാര്യ ലബ്ധിക്കായിട്ട്, അല്ലേ? കുറച്ച് നാൾ ആലയത്തിൽ വന്നു നോക്കും, പിന്നെ വേറെ പലയിടത്തും പോയി നോക്കും, അല്ലേ? ഇവിടെയും വരും, മെഴുകുതിരി കത്തിക്കാനും പോകുന്നവരുണ്ട്. നമ്മുടെ കൂട്ടത്തിലും ഉണ്ട് അങ്ങനെയുള്ളവർ. എന്താ അവർ പറയുന്നത്? ആര് തന്നാലും കുഴപ്പമില്ല, കിട്ടിയാൽ മതി ബ്രദറേ. അങ്ങനെയുള്ളവർക്കാണ് ഈ പ്രലോഭനം. കണ്ടോ, കിട്ടിയാൽ മതി, അല്ലാതെ ബാക്കി എവിടെ നിന്ന് എടുത്തു ആര് പറഞ്ഞു ഒന്നും ഒരു കുഴപ്പമില്ല, അല്ലേ? നമ്മളാണെങ്കിൽ ഈ പ്രലോഭനത്തിൽ വീഴും. കാരണം ലോകവും അതിൻ്റെ അധികാരവും മഹത്വവും ഒക്കെ പൂർണ്ണമായിട്ട് കാണിച്ചു കൊടുത്തു. നമ്മളാരും ലോകത്തിൻ്റെ പൂർണ്ണ മഹത്വം ഒന്നും കണ്ടിട്ടില്ല. ഇന്ത്യയെ കിടക്കുന്ന ഈ മൂട്ടിക്കിടന്നുകൊണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ലോകം തന്നെ നമുക്ക് സഹിക്കാൻ വയ്യ. പൂർണ്ണമായിട്ട് എല്ലാം ലോകത്തിൻ്റെ മൊത്തം അധികാരവും എല്ലാ മഹത്വവും എല്ലാ സുഖലോലുപതകളും എല്ലാ ഭോഗങ്ങളും അതിനകത്തുണ്ട്. നമ്മൾ ഈ ലോകം ലൗകികത എന്ന് പറയുന്ന എല്ലാം അതിൻ്റെ പൂർണ്ണ സ്ഥായിയിൽ, ഏറ്റവും ഉച്ചസ്ഥായിയിൽ കർത്താവിന് കാണിച്ചു കൊടുത്തു. അല്ലേ? നമ്മൾ പലപ്പോഴും പറയും കർത്താവിന് ഈ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ പ്രലോഭനമല്ലോ അറിയാവും. മൊത്തം ലോകത്തിൻ്റെതാണ് ഇവിടെ കാണിച്ചു കൊടുത്തത്. അതായത് ഒരു മനുഷ്യനും അനുഭവിക്കാത്ത അത്ര ലൗകികതയുടെ പ്രലോഭനം, അതാണ് കർത്താവ് ഇവിടെ അഭിമുഖീകരിച്ചത്. പിശാച് തന്നെ കറക്റ്റ് പേഴ്സണലായിട്ട് വന്ന് കാണിക്കാം. നമ്മളൊക്കെ ഈ മാധ്യമങ്ങളിലൂടെയാണ് പിശാചിൻ്റെ പലപ്പോഴും പ്രലോഭനം അറിയുന്നത്. അല്ല, പിശാച് നേരിട്ട് നമ്മുടെ വീട്ടിലൊന്നും വരാറില്ല, നമ്മൾ അത്ര വലിയ കൂടി വരുന്നില്ല. പിശാച് നേരിട്ട് വന്ന് ലോകം മുഴുവൻ കാണാണ്ട് ഇതെല്ലാം ഞാൻ നിനക്ക് തരാവുന്ന. അപ്പോൾ കർത്താവിൻ്റെ മറുപടി നോക്കണമേ. എന്താ കർത്താവിൻ്റെ മറുപടി? വീണ്ടും കർത്താവ് വചനം ഉദ്ധരിക്കുകയാണ്. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. ഞാൻ എൻ്റെ പിതാവിനെ മാത്രമേ നമസ്കരിച്ച് ആരാധിക്കുകയുള്ളൂ. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവത്തോടുള്ള എൻ്റെ ഭക്തി വിട്ടേച്ച് എനിക്കൊരു അധികാരവും വേണ്ട, എനിക്കൊരു മഹത്വവും വേണ്ട. ദൈവഭക്തിയിൽ വെള്ളം ചേർത്തിട്ട് ഒരു നേട്ടവും എനിക്ക് വേണ്ട. ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു തികഞ്ഞ ഭക്തനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഭക്തനായിട്ട് ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ ലൗകിക നഷ്ടങ്ങളും നല്ലതാ. അതാണ് കർത്താവിൻ്റെ ഹൃദയം. അയ്യോ, ദൈവത്തിൻ്റെ പുറകെ പോയിട്ട് അതൊന്നും കാണാൻ പറ്റുന്നില്ല, ഇതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, ഇത് ഇങ്ങോട്ടും പോകാൻ പറ്റില്ല, അതും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നവന്മാർ ഭക്തന്മാരല്ല, അല്ലേ? ഈ ചെറുപ്പക്കാർ വന്നിട്ട് പറയും ഇതെന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ, അവരെ പോലെ നമുക്ക് അതും കണ്ടുകൂടാ ഇതും കണ്ടുകൂടാ, ഇതെന്തോന്നും എല്ലാം നിയമം. ദൈവപുത്രനായ കർത്താവ് അങ്ങനല്ല. കർത്താവ് പറയുന്നത് എനിക്ക് ആരാധിച്ചാൽ മതി, ഞാൻ സംതൃപ്തി ഇവിടാണ് കാണുന്നത്. എനിക്ക് ഭക്തനായിട്ടിരുന്നാൽ മതി. എൻ്റെ ഭക്തിയിൽ വെള്ളം ചേർക്കുന്ന ഒരു പ്രവൃത്തിയും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല. അധികാരം തരാം, സുഖം തരാം, മഹത്വം തരാം, വേണ്ട, എനിക്ക് അതൊന്നും വേണ്ട. അതൊക്കെ നഷ്ടപ്പെടുന്നെങ്കിൽ നഷ്ടപ്പെടട്ടെ, ഞാൻ ഭക്തിയിൽ അടിയുറച്ചിരിക്കും. അതുകൊണ്ടാണ് ഇതെന്തെന്ന് പറഞ്ഞത്? ആരാധനയുടെ പരീക്ഷയാണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മീറ്റിംഗ് വരുന്നതിൻ്റെ കാര്യമല്ല, മീറ്റിംഗ് വരുന്ന ആരാധനയുടെ കാര്യമല്ല ഈ പറയുന്നത്. ഹൃദയത്തിലെ ആരാധനയുടെ കാര്യമാണ് ഈ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഹൃദയത്തിലെ ആരാധനയിൽ ഒരു വെള്ളവും ചേർക്കാൻ ഞാൻ തയ്യാറല്ല. എത്ര അനുഗ്രഹമോ എത്ര നിർവൃതിയോ നിങ്ങൾ എനിക്ക് വാഗ്ദാനം ചെയ്താലും എൻ്റെ പിതാവിനെ മറന്നുകൊണ്ട് ഞാൻ ആ പ്രവൃത്തിയിൽ ഏർപ്പെടുകയില്ല. ഇതും ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്നാണ് കർത്താവ് ഉദ്ധരിച്ചിരിക്കുന്നത്. ആവർത്തന പുസ്തകം 6-ന്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. ആവർത്തനം 6, 10 മുതൽ 14. നിനക്ക് തരുമെന്ന് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാത്ത സകല സമ്പത്തും നീ നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിനക്ക് വലിയ അനുഗ്രഹങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നിന്നെ അടിമ വീടായ മിസ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിക്കുക. കണ്ടോ, ദൈവ അനുഗ്രഹങ്ങളൊക്കെ തന്ന് നിങ്ങളുടെ ജീവിതത്തെ സമൃദ്ധിയായിട്ട് പരിപാലിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ മറക്കരുത്. അടുത്ത വാക്യം,
ദൈവമായ യഹോവയെ ഭയപ്പെട്ട് ആ അവനെ സേവിക്കണം, ആ അവന്റെ നാമത്തിൽ സത്യം ചെയ്യണം. ആ നിന്റെ ദൈവമായ യഹോവയുടെ കോപം നിനക്ക് വിരോധമായി ജ്വലിച്ച് ആ നിന്നെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കാതിരിപ്പാൻ ചുറ്റുമുള്ള ജാതികളുടെ ദേവന്മാരായ അന്യദേവന്മാരുടെ പിന്നാലെ നീ പോകരുത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, നിന്റെ ദൈവത്തെ മാത്രം ഭയപ്പെട്ട് സേവിക്കണം. അതാണ് കർത്താവ് ഇവിടെ ഉദ്ധരിച്ചത്. അവനെ മാത്രം നമസ്കരിച്ച് അവനെ മാത്രം ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. ഭയപ്പെട്ട് സേവിക്കുക എന്നുള്ളതാണ് ഇവിടെ നമസ്കരിച്ച് ആരാധിക്കാവൂ എന്ന് പറഞ്ഞു. പക്ഷെ ആ പശ്ചാത്തലം നിങ്ങൾ നോക്കിയോ, അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയ ജനം ദൈവത്തെ മറന്നിട്ട് ദൈവത്തോടുള്ള ആരാധനയിൽ വിട്ടുവീഴ്ച വരുത്തി അന്യദൈവ ആരാധനയിൽ പോയി. ആ പശ്ചാത്തലത്തിൽ പറഞ്ഞിരിക്കുന്ന കൽപ്പനയാണ് കർത്താവ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഇവിടെ ഏതാ ഈ അന്യദൈവം? അന്യദൈവം ലോകവും ലോകത്തിലെ മോഹങ്ങളുമൊക്കെ അതിൻ്റെ പുറകെ പോകുന്നത് തത്വത്തിൽ ഹൃദയത്തിലെ വിഗ്രഹാരാധനയാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ മൂർത്തികളുടെയും പ്രതിമകളുടെയും മുമ്പിൽ പോയാലേ വിഗ്രഹാരാധനയാകൂ എന്നുള്ളത് അല്ല. ലോകത്തിൻ്റെ പുറകെ പോയാൽ മതി. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 2 വായിച്ച് 1 യോഹന്നാൻ 2:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. 1 യോഹന്നാൻ 2:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്, കൽപ്പനയാണിത്. പിതാവിനോടുള്ള സ്നേഹമില്ലാത്തവരാണ് ലോകത്തെ സ്നേഹിക്കാൻ പോകുന്നത്. വായിച്ചാട്ടെ. ലോകത്തിലുള്ളത് ഇതൊക്കെയാണ്, ഈ 3 കാര്യങ്ങളാണ്: കൺമോഹം, ജഡമോഹം, പ്രതാപം അല്ലെങ്കിൽ അഹങ്കാരം. ലോകത്തിൻ്റെതാണ് ഈ വിഷയങ്ങൾ. ഇത് ദൈവത്തിൽ നിന്ന് വരുന്നതല്ല, ഇത് ദൈവത്തിന് വിരോധമായതാണ്. ഒഴിഞ്ഞു പോകുന്നു. ദൈവഹിതം ചെയ്യുന്നവൻ നിലനിൽക്കും. ഈ ലോകത്തിന്റെ പുറകെ പോകുന്നവൻ നിലനിൽക്കുകയില്ല. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ കണ്ടോ? കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ട്, നമ്മൾ ആരാണെന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കുക. കൺമോഹം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് മോഹിക്കുക, അല്ലേ? പൊതുവെ നമ്മൾ ലൈംഗിക പാപങ്ങളായിട്ട് ചുറ്റിപ്പറ്റിയാണ് ചിന്തിക്കുന്നത്. അത് ലൈംഗിക പാപങ്ങളെ മാത്രം ഒതുക്കേണ്ട ഒരു കാര്യമല്ല. കൺമോഹം, ഞാനൊരു ഷർട്ട് കണ്ടു, എനിക്കത് വാങ്ങിക്കണം. വേറൊരാളുടെ കാറ് കണ്ടു, എനിക്കത് വേണം. അപ്പുറത്തവൻ്റെ വീട്ടിലുള്ള എന്തും മോഹിക്കുന്നത് ഈ കൺമോഹമാണ്, അല്ലേ? ഒരു സാരി കണ്ടു, അത് വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കണം, കൺമോഹം. പിന്നെ ജഡത്തിൻ്റെ മോഹം, ബാക്കി എല്ലാ മോഹമായി ഇപ്പം അതിനകത്ത്, അല്ലേ? കൺമോഹം, ജഡമോഹം, പിന്നെ അഹങ്കാരം. ഞാൻ ആരാണ്, എനിക്ക് എന്തെല്ലാം ഉണ്ടെന്നുള്ള, അതാണ് ജീവനത്തിൻ്റെ പ്രതാപം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം നേടിയെടുക്കാൻ മോഹന വാഗ്ദാനങ്ങളുമായിട്ട് ഒരാൾ നമ്മുടെ അടുക്കൽ വരും. അതാണ് പിശാച്. അഭ്യുദയകാംക്ഷ, നീ ഇത് ചെയ്താലേ നിനക്ക് അത് നേടിയെടുക്കാം, ഇത് ഇവിടെ ചെയ്തിട്ട് അവിടെ അത് കൊടുത്താലേ നമുക്ക് ഇത് പ്രാപിക്കാൻ പറ്റും. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ബുദ്ധി ഉപദേശിച്ച് തരും. ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്താൽ നീ വലിയ ആളാകും. അയൽപ്പക്കത്തുള്ളവരൊക്കെ നിങ്ങളെ നോക്കിയിട്ട് പറയും, കണ്ടോ. ഇങ്ങനെ നമുക്ക് ബുദ്ധി ഉപദേശിച്ച് തരുന്ന ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് എന്നൊക്കെ പറയുന്ന പോലെ ബുദ്ധി ഉപദേശം, അഭ്യുദയകാംക്ഷി എപ്പോഴും വരും. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്റ്റാർ ഇട്ടിച്ച് പറയും, ഒരു കാര്യമുള്ളൂ, എന്നെ ഒന്ന് നമസ്കരിക്കണം. എൻ്റെ ഭക്തിയിലൊക്കെ അല്പം വിട്ടുവീഴ്ചകളൊക്കെ വരുത്തണം, അത്രയേ ഉള്ളൂ. എപ്പോഴും അങ്ങനെ ആലയത്തിലൊന്നും പോകാൻ പറ്റത്തില്ല, എപ്പോഴും ഈ ആരാധന പറ്റത്തില്ല, എപ്പോഴും പ്രാർത്ഥന, വല്ലപ്പോഴും ഒക്കെ പോകോ, കുഴപ്പമില്ല, അല്ലേ? വിട്ടുവീഴ്ച, അതായത് മൊത്തം ഒഴുകിക്കളയണമെന്നല്ല. അവിടെയും ഇവിടെയും 2 വെള്ളത്തിലും കാല് വെക്കാനാവും പറയുന്നത്, അല്ല ഒരു വെള്ളത്തിൽ മാത്രമൊന്നല്ല, അല്ലേ? നിങ്ങൾ ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തില്ല, യഹോവയെ ആരാധിക്കണ്ടെന്ന് ഒരിക്കലും പറഞ്ഞില്ല. യഹോവയുടെ കൂടെ ഒരു ബാലിവിടെ വെച്ചോ എന്നേ പറയുന്നുള്ളൂ. പിശാച് അങ്ങനെയാണ് നമ്മളെ ഉപായത്തിൽ വഞ്ചിക്കുന്നത്. അപ്പം നിങ്ങളെ ഒന്ന് ചിന്തിച്ചേ. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഈ ലോകത്തിലുള്ള ലൗകിക കാര്യങ്ങൾ പ്രാപിക്കുവാനായിട്ട് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ പിശാചിന് മുൻപിൽ നമസ്കരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഭക്തിയിൽ വിട്ടുവീഴ്ചകൾ വരുത്തുന്നുണ്ടോ? ഒരല്പം അധികാരം നേടുവാൻ വേണ്ടിയിട്ട്, അത് ചിലപ്പോൾ നിങ്ങൾ ഓഫീസിൽ ഒരു പ്രൊമോഷൻ നേടുവാനായിരിക്കും, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഒരല്പം വിട്ടുവീഴ്ച ചെയ്യാറുണ്ടോ നിങ്ങളൊക്കെ? എനിക്ക് പോയി, ഭക്തി പോയി, അല്ലേ? എത്രയോ ക്രിസ്ത്യാനികളാണ് ഗവൺമെൻറ് ഓഫീസിൽ കയറിയാലും മറ്റുള്ളവരെ പോലെ തന്നെ കൈക്കൂലി കൊടുക്കും. ഒരു വ്യത്യാസമില്ല ക്രിസ്ത്യാനികൾക്ക്. 99% ഇന്ത്യൻ ക്രിസ്ത്യാനികളും കൈക്കൂലി കൊടുക്കും. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട, എൻ്റെ മുമ്പിൽ, നമുക്കൊക്കെ അറിയാവുന്ന തന്നെ ഒരു പ്രസംഗകൻ എൻ്റെ മുമ്പിൽ വെച്ച് കൈക്കൂലി കൊടുക്കും.
പുള്ളിക്ക് ഞാൻ കണ്ടതിൽ ഒരു ലജ്ജയും ഇല്ല. അതുപോലെ ഞാൻ പണ്ടൊരിക്കൽ ഇവിടുത്തെ ലീഡേഴ്സിനോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്രിസ്ത്യൻ കൺസ്ട്രക്ഷൻ കമ്പനി അവരുടെ ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ഒരിക്കൽ എൻ്റെ അടുത്ത് സംസാരിച്ച് പറഞ്ഞു, ഞങ്ങൾ എല്ലാവർക്കും കൊടുത്തു വെച്ചിട്ടുണ്ട്, എല്ലാം സമയമാകുമ്പോൾ നടന്നോളൂ. അതായത് ഓഫീസിലുള്ള എല്ലാ കാതലായ ആൾക്കാർക്കും ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു ബ്രദറെ, സമയമാകുമ്പോൾ കിട്ടിക്കോളൂ. അത് ഞാൻ ചോദിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു, പ്രതിഷ്ഠയൊക്കെ എന്നാ? അത് ബ്രദറെ വിളിക്കാം, ഞങ്ങൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്തതാണ്, ഞാൻ വരത്തില്ല അല്ലേ. ഇവിടുത്തെ ലീഡേഴ്സിനോട് ഞാൻ ഒരിക്കൽ കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കൊന്നും അതിൽ ഒരു പ്രശ്നവും ഇല്ല, അതൊന്നും ഒരു കുഴപ്പമോ ഇല്ലെന്നാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഒരല്പ ലാഭത്തിനായിട്ട് ഒരു ചെറിയ നമസ്കരിക്കൽ പിശാചിന്റെ മുന്നിൽ, പിന്നെ സഭയിൽ വന്നിട്ട് പാട്ടായി ബഹളമായി അന്യഭാഷയായി ഹോ 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 ഭയങ്കര ബഹളം വെക്കുന്നേ ഉള്ളൂ. പിശാച് അവിടെ നിന്ന് ചിരിക്കുക, നീ എൻ്റെ മുമ്പിൽ നമസ്കരിച്ചിട്ട് സഭയിൽ പോയി വലിയ പാട്ട്, ഓ ശരി നടക്കട്ടെ. ആ ബിൽഡിങ് പോലും കുലുക്കുന്നില്ല. പിന്നാണ് ഓ എന്താണ് പൈശാചിക മണ്ഡലങ്ങൾ, ഓഹോ പിശാച് എന്നെ കളിയാക്കും നമ്മളെ അല്ലേ. അപ്പൊ നിങ്ങൾ കൊടുക്കാറുണ്ടോ? എത്രയോ വിഷയങ്ങൾ, ഇത് ഒരു ദിവസം പ്രസംഗിക്കാനുള്ള വിഷയങ്ങളും ഇതിനകത്ത് കിടന്നു. സ്ത്രീധനം ആരെങ്കിലും പ്രസംഗിച്ചു കേട്ടിട്ടുണ്ടോ? അതിനെതിരെ സഭയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ഇന്ന് കാണുന്നൊരു കാര്യമാണ് സ്ത്രീധനം. പാസ്റ്റർമാർ അതിൻ്റെ ഇടയിൽ പോയി ഞങ്ങൾ സ്ത്രീധന വിഷയം ചർച്ച ചെയ്യാൻ പോവാണ് പാസ്റ്ററെ. ഞാൻ ചില ഗ്രാമീണ ശുശ്രൂഷകന്മാരോട് ഇന്ന് പാസ്റ്ററെ കാണാൻ പറ്റും, അല്ലെ ഇന്ന് എനിക്ക് മറ്റേ കല്യാണത്തിൻ്റെ സ്ത്രീധന വിഷയം പറഞ്ഞ് ചർച്ച ചെയ്ത് ഒരുക്കാൻ പോകണം. സ്ത്രീധനം വാങ്ങിക്കരുതെന്ന് ഇന്ത്യൻ ഗവൺമെൻറ് വരെ പറയുന്നു. ദൈവവചനമല്ല, ഇന്ത്യൻ ഗവൺമെൻറ്റേ പറഞ്ഞിരിക്കുന്നത് തെറ്റാന്ന്. കുഴപ്പമില്ലെന്നേ, ഗവൺമെൻറ് പറയുന്നതിന് വിരോധമായിട്ട് നമ്മൾ ചെയ്യും. ദൈവവചനത്തിനും നാട്ടിലെ നിയമത്തിനും എതിരായിട്ടുള്ളതിന് കൂട്ടുപിടിച്ചത് ചെയ്യാൻ വേണ്ടി അതിനു വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കൊടുക്കുന്ന ആരാ? ദൈവദാസൻ അല്ലേ. സ്ത്രീധനം വാങ്ങിച്ചാൽ കല്യാണം നടത്തത്തില്ലെന്ന് പറയുന്ന പാസ്റ്റർമാരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ഇതൊന്നും ഭക്തിയുടെ വിഷയങ്ങളല്ല. കൈയൊടിച്ചു പാട്ടുപാടി സ്തോത്രം പറഞ്ഞേ, ഈ സ്തോത്രം എന്നുള്ള വാക്ക് നിങ്ങളുടെ വായിൽ നിന്ന് വന്നതുകൊണ്ട് കർത്താവിന് ഒരു ഗുണവുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഭക്തിയുണ്ടോ? പിശാചിന് എപ്പോഴും കുമ്പിട്ടിട്ട് കർത്താവിന്റെ ആലയത്തിൽ വന്ന് സ്തോത്രം പറഞ്ഞാല് ഒരു ഗുണവുമില്ല, ഒരു ഗുണവുമില്ല അല്ലേ, ഒരു ഗുണവുമില്ല. അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. അല്പം അധികാരത്തിന്, അല്പം എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കാൻ ഭക്തി വിട്ടുകളയുന്നു. അല്പം സന്തോഷം, അല്പം സുഖം അല്ലേ. എത്രയോ ക്രിസ്ത്യാനികളാണ് വിശ്രമവേളകളിൽ ലൗകികരെ പോലെ ഏത് മ്ലേച്ഛ സിനിമയും കാണും അല്ലേ. ഞാൻ ഒരിക്കൽ ഒരു സഭയിൽ പോയപ്പോൾ അവർ സഭയുടെ ആരാധന കഴിഞ്ഞപ്പോൾ പറയാണ്, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇരുന്നൊരു സിനിമ കാണാം, സിനിമ DVD ഇടാൻ പോവാണ്, ഒരുമിച്ചിരുന്ന്. ഇപ്പം നമ്മളെല്ലാവരും കഴിഞ്ഞിട്ട് ബിരിയാണി കഴിക്കും. അപ്പോൾ ഇവിടെ ഒരു സ്ക്രീൻ ഇട്ടേച്ച് ഏറ്റവും മ്ലേച്ഛപ്പടം നമ്മളെല്ലാം കൂടി ഇരുന്ന് കണ്ടാൽ എന്തോ പറയും? തികഞ്ഞ സഭ അല്ലേ. അപ്പോൾ അതിനെതിരെ ചോദ്യം ചെയ്തത് പ്രശ്നമായി. എന്നെ ആ സഭയിൽ നിറക്കി വിട്ടു അവസാനം. ഇതെന്തോ സഭ ചേർന്ന് സിനിമ കാണുന്നത് പാപമാണോ അല്ലേ എന്നുള്ളതല്ല വിഷയം. മ്ലേച്ഛ സിനിമയുടെ പേരൊന്നും ഞാൻ വിളിച്ച് പറയുന്നില്ല, അത്ര മ്ലേച്ഛത നിറഞ്ഞൊരു സിനിമ എല്ലാം കണ്ടോണ്ടിരിക്കുക എല്ലാവരും കൂടെ. ഇപ്പൊ ക്രിസ്ത്യാനികൾ അതാണ് പറഞ്ഞു, നമുക്ക് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യമുണ്ട്. എന്ത് തോന്നിവാസവും ചെയ്യാതെ സ്വാതന്ത്ര്യമുണ്ടെന്ന്. അപ്പോൾ അല്പം സുഖത്തിന് വേണ്ടി നമ്മൾ കള്ളം പറയുന്നവരാണോ? അല്പം സുഖത്തിന് വേണ്ടി നമ്മുടെ അധരങ്ങൾ കൊണ്ട് എല്ലാ പാപങ്ങളും കയ്പ്, കുന്നായ്മ, അസൂയ, ഗോസിപ്പ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണോ? അല്പസുഖത്തിനായിട്ട് നമ്മൾ അഹങ്കാരത്തിൽ ഇറങ്ങിത്തിരിക്കുന്നവരാണോ? ഇതെല്ലാം എന്താണ്? നമ്മൾ നേരത്തെ വായിച്ചു, ദൈവത്തെ മറക്കുന്നതാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു എന്താണ്? എൻ്റെ കർത്താവുമായിട്ടുള്ള, എൻ്റെ ദൈവവുമായിട്ടുള്ള, എൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധം മറന്നിട്ട് അവനോടുള്ള ഭക്തിയിൽ ഒരു തുള്ളി വെള്ളം ചേർത്തിട്ട് എനിക്ക് ഒന്നും വേണ്ട. അല്പസുഖമല്ല അവന് ഓഫർ ചെയ്തത്, ലോകത്തിൻ്റെ എല്ലാ അധികാരവും എല്ലാ മഹത്വവും അവന് വാഗ്ദാനം ചെയ്തപ്പോഴാണ് പറഞ്ഞത് എനിക്കൊന്നും വേണ്ടെന്ന്. നമ്മൾ ലോകത്തിൻ്റെ ഒരു അറ്റം കിട്ടാൻ വേണ്ടി ഭക്തി എപ്പോൾ വിട്ടെന്ന് ചോദിച്ചാൽ മതി അല്ലേ. അപ്പോൾ കർത്താവ് കണ്ടോ, ഭക്തിയിൽ ഒരു ചോർച്ചയും വരുത്തത്തില്ല. ഭക്തി നഷ്ടപ്പെടുത്തി, ഭക്തി കളഞ്ഞു കുളിച്ചേച്ച് എനിക്കൊന്നും വേണ്ട, ഒരു തരി പോലും ഞാൻ പിശാചിന്റെ മുൻപിൽ നമസ്കരിക്കുകയില്ല, ഈ ലോകം നേടുവാൻ വേണ്ടി എൻ്റെ അപ്പനെ ഞാൻ മറക്കുകയില്ല. നമ്മുടെയൊക്കെ ഹൃദയം അങ്ങനാണോ? ഈ ലോകം നേടുവാൻ വേണ്ടി ഞാൻ എൻ്റെ അപ്പനെ മറക്കുകയില്ല, അപ്പനെ ഞാൻ മറക്കുകയില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത നന്മകൾ ഓർത്ത് ഞാൻ അവനോട് പറ്റിച്ചേർന്നിരിക്കും.
നമുക്ക് മാനസാന്തരപ്പെട്ട് കർത്താവിനെ പോലെ ആകാം. ഭക്തിയോടുകൂടെ അവനോട് ചേർന്നിരിക്കാം. ഭക്തിയുടെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത രീതിയിൽ നമുക്ക് അവനെ മറക്കാതെ അവനെക്കാളും വേറൊന്നിനെയും ഈ ലോകത്തിൽ മോഹിക്കാതെ ജീവിക്കാം. അവസാനത്തെ പരീക്ഷ ആശ്രയം. അനുസരണത്തിൻ്റെ പരീക്ഷ, ആരാധനയുടെ പരീക്ഷ, മൂന്നാമതായിട്ട് ആശ്രയത്തിൻ്റെ പരീക്ഷ. അതാണ് ഇനിയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. അതിൻ്റെ 9-ാമത്തെ വാക്യം. പിന്നെ അവനെ യെരൂശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ മനസ്സിലാകത്തില്ല എന്തോന്നായി കാണിക്കുന്നത്, അല്ലേ? ഇതും ഒരു ദർശനമാകാനാണ്, അല്ലാതെ അവരുടനെ യെരൂശലേമിലേക്ക് പോയെന്നല്ല. ഒരു ദർശനത്തിൽ യെരൂശലേം ആലയത്തിൻ്റെ ഏറ്റവും അഗ്രത്തിൽ, ഏറ്റവും മണ്ടേ കൊണ്ട് നിർത്തിയേച്ച് പറയാ, നീ എടുത്ത് ചാട് എന്ന്. ചാടെന്ന് മാത്രമല്ല, ഇപ്പം 2 പ്രാവശ്യം ആയല്ലോ. 2 പ്രാവശ്യം ആയപ്പം പിശാചിന് മനസ്സിലായി ഇവൻ എന്ത് പറഞ്ഞാലും ദൈവവചനം തിരിച്ചിങ്ങോട്ട് അടിക്കും. അപ്പോൾ എന്ത് ചെയ്തു? അങ്ങോട്ടും ഒരു ദൈവവചനം കൊടുത്തു, അല്ലേ? നമ്മൾ വലിയ ദൈവവചനത്തിൻ്റെ ആളുകളാണെങ്കിൽ പിശാച് എവിടെ കൂടെ വരും? ദൈവവചനത്തിൽ കൂടെ ഒക്കെ കയറി വരും. പറഞ്ഞാൽ ദൈവവചനം പൈശാചികമെന്നല്ല, ദൈവവചനത്തെ വളച്ചൊടിക്കും, അല്ലേ? ഇവിടെ തന്നെ 91-ാം സങ്കീർത്തനം 11-12 ഇവിടെ അവൻ ഉദ്ധരിച്ചിരിക്കുന്നത്, അല്ലേ? അതെന്താണ്? കാപ്പാൻ അവൻ നിന്റെ ദൂതന്മാരെ നിന്നെക്കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാല് കല്ലിനോട് തട്ടാതെ വണ്ണം അവർ നിന്നെ കയ്യിൽ താങ്ങിക്കളയുകയും ചെയ്യും. അപ്പോൾ 91-ാം സങ്കീർത്തനം നമ്മൾ ഈ വർഷം ആദ്യം ധ്യാനിച്ച സങ്കീർത്തനമാണ്. ഞാൻ തന്നെയാണ് പ്രസംഗിച്ചത്. അപ്പോൾ അന്ന് നമ്മളത് കണ്ടായിരുന്നു, അല്ലേ? അത് കഴിഞ്ഞൊരു സഹോദരൻ എനിക്ക് വളരെ സഹായകമായ ഒരു കാര്യവും പറഞ്ഞായിരുന്നു. വീഴുന്നവരെ താങ്ങുമെന്നാണ് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പിശാച് എന്താക്കി മാറ്റി? എടുത്ത് ചാടിക്കും. ചാടുന്നവരെ താങ്ങുമെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അറിയാതെ തട്ടി വല്ലതും വീഴുകയാണെങ്കിൽ ദൈവം താങ്ങും. പക്ഷെ ഇതെന്താക്കി? എടുത്ത് ചാടാനുള്ള ലൈസൻസ് ആക്കി. അപ്പോൾ കണ്ടോ, വളരെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ അത് മിസ് ചെയ്യും. പിശാച് കളിക്കുന്നത് അങ്ങനെയാണ്. ദൈവവചനം എടുത്തു വെച്ചിട്ട് പാപം ചെയ്യാനുള്ള ലൈസൻസ് ആക്കി മാറ്റും. ഇവിടുത്തെ പ്രലോഭനം എന്താണ്? എന്തിനാണ് ഇവിടെ ചാടാൻ പറഞ്ഞിരിക്കുന്നത്? അതും മനസ്സിലാക്കണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ഉത്തരം നോക്കണം. 12-ാമത്തെ വാക്യം. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് അരുളി ചെയ്തു. ഇതും ആവർത്തന പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. കർത്താവ് പറഞ്ഞ എല്ലാ ഉത്തരങ്ങളും ആവർത്തന പുസ്തകത്തിൽ. അപ്പൊ ആവർത്തന പുസ്തകം 6-ാം അധ്യായം 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. ആവർത്തനം 6:16. നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. എവിടുത്തെ പോലെ? മസ്സ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെച്ച് നിങ്ങൾ പരീക്ഷിച്ച പോലെ. അതെന്താണെന്ന് അറിയണമെങ്കിൽ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. പുറപ്പാട് പുസ്തകം 17-ന്റെ 1 മുതൽ 7. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അവരുടെ മരുഭൂമി യാത്രയിലുള്ള ഒരു സംഭവമാണിത്. മിസ്രൈമിൽ നിന്ന് അവർ വിടുവിക്കപ്പെട്ട് വാഗ്ദത്ത കാനാൻ ദേശത്തിലേക്ക് പോകുന്ന യാത്രയിൽ അവർ ഒരിടത്തെത്തിയപ്പോൾ കുടിക്കാൻ വെള്ളമില്ല. അതാണ് അവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് ജനം മോശയോട് നിങ്ങൾ എന്നോട് എന്തിനെ കലഹിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. യഹോവയെ ഇവര് കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി. ഇവര് കിടന്ന് അങ്ങോട്ട് വലിയ കുറ്റം പറയാൻ തുടങ്ങി. എന്താന്ന് യഹോവ, എന്താന്ന് മോശ വിളിച്ചിറക്കിയത് ഇതിനു വേണ്ടിയിട്ടാണ്. മിസ്രൈമിലെ സുഖമൊക്കെ കളഞ്ഞ് ചിറങ്ങിയത് ഇതിനാണ്. മരുഭൂമി ഒന്നും വെള്ളം പോലും ഇല്ല. എന്താന്ന് ഇതൊന്നും ഒരുക്കിയിട്ടില്ലല്ലോ ഇത്. എന്താന്ന് ദൈവം ഇത് എന്ന് അവര് ചോദ്യം ചെയ്യാൻ തുടങ്ങി, കുറ്റം പറയാൻ തുടങ്ങി. ഇതാണോ ദൈവം? ഇതിനു വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. അതായത് കഷ്ടത അല്ലെങ്കിൽ ആ പ്രയാസത്തിന്റെ തീക്ഷ്ണതയിൽ അവര് ദൈവത്തെ പോലും കുറ്റം പറയാൻ തുടങ്ങി, അല്ലേ? വായിച്ചാട്ടെ. കേട്ടോ, നന്നാ ദാഹിച്ചു. സാധാരണ ദാഹമല്ല, ഭയങ്കര ദാഹം വന്നിട്ട് അവർക്ക് കലി തുള്ളിയിട്ട് ദൈവത്തോട് പോലും അവരെന്ത് ചെയ്തു? പിറുപിറുത്തു. ഈ പിറുപിറുപ്പൊക്കെ വലിയ പാപങ്ങളാണ്. ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിനെന്ന് പറഞ്ഞു. ഈ ഉദ്ദേശത്തിലാണ് അപ്പൊ എന്നെ ഇറക്കിക്കൊണ്ട് വന്നത്. കൊല്ലാനായിരുന്നല്ലേ അപ്പൊ കൊണ്ടുവന്നത്? ദൈവം പറ്റിക്കുകയായിരുന്നല്ലേ അപ്പം, അല്ലേ? നമ്മളും ചിലപ്പോൾ നമ്മുടെ പ്രയാസങ്ങളുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എന്തോന്ന് യേശു, എന്തോന്ന് നിത്യജീവൻ, വിളിച്ചിറങ്ങിയത് ഈ അടി കൊള്ളാനായിരുന്നു. ഇതാദ്യം പറഞ്ഞില്ലല്ലോ. അന്ന് പറഞ്ഞത് വലിയ നിത്യജീവൻ കിട്ടും, സ്വർഗം കിട്ടുമെന്ന്. ഇപ്പൊ അടിയാണല്ലോ എന്ന് പറയുന്നവരുണ്ട്. ഇതാണ് ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം. അപ്പൊ കൊല്ലാൻ വേണ്ടിയാ കൊണ്ടുവന്നല്ലേ? അപ്പൊ ദൈവത്തിന്
എന്താ പറയാ, തെറ്റായ ഉദ്ദേശം ഉണ്ടായിരുന്നു, നമുക്ക് കുറ്റം പറഞ്ഞ് അവർ സംസാരിക്കുകയാണ്. മോശ പോയി കാര്യം നിലവിളിച്ച് അവരെന്താന്ന് ചെയ്യണം? കല്ലറങ്ങി കൊല്ലാൻ റെഡിയായി നിൽക്കുക അവര്. അപ്പൊ ഒരു അത്ഭുതം പ്രവർത്തിച്ചല്ലേ? മോശ ഒരു വടിയെടുത്ത് ഒരു പാറയുടെ പുറത്ത് അടിച്ചപ്പോൾ കർത്താവ് ആ പാറയ്ക്കുള്ളിൽ നിന്ന് വലിയ ജലം, ഈ ലക്ഷക്കണക്കിന് ആളുകൾ കുടിക്കാനുള്ള ജലം അത് കൊടുത്തു. കേട്ടോ, ആ സ്ഥലത്തിനൊരു പേര് ഇട്ടു, നിങ്ങൾ ദൈവത്തെ പരീക്ഷിച്ച് കലഹിച്ച സ്ഥലം. പക്ഷെ എന്ത് പറഞ്ഞാ അവര് പരീക്ഷിച്ച്? ദൈവം ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ? ഇതാണ് പശ്ചാത്തലം. ഇതെടുത്തു വെച്ചിട്ടാണ് കർത്താവ് ഈ പരിശോധന അല്ലെങ്കിൽ ഈ പ്രലോഭനത്തിന്റെ മുൻപിലേക്ക് എടുത്തിട്ട് കൊടുത്തത്. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? എന്തായിരുന്നു പ്രലോഭനം? നമുക്ക് തെളിയിക്കാനുള്ള ഭയങ്കര അഭിനിവേശം. ദൈവം അവൻ്റെ കൂടെ ഉണ്ട്. എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ച് ദൈവം അത്ഭുതം പ്രവർത്തിച്ച് തെളിയിച്ചോണം ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അതൊരു സ്വയം ന്യായീകരണത്തിൻ്റെ ഒരു പ്രലോഭനമാണ്. എടുത്തു ചാടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ട് ഇനി ദൈവം അത്ഭുതം പ്രവർത്തിച്ചോണം, ഇല്ലെങ്കിൽ ദൈവമൊന്നുമില്ല എന്നും പറഞ്ഞ് ഈ ബാലിശമായ പിടിവാശി. ചിലരുണ്ട് ഇങ്ങനെ തോന്നിവാസമൊക്കെ കാണിച്ചു വെച്ച് വാക്തത്വവും എടുത്തോണ്ട് വരും. മൊത്തം തോന്നിവാസം കാണിച്ചു വെച്ചോ എനിക്ക് ദൈവം വാക്തത്വം തന്നു, ഞാൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ചിലർ പറയാറില്ലേ? അതുപോലെ വാക്തത്വവും പിശാച് കൊടുത്തു കർത്താവ് യേശുവിന്. ഇതാ വാക്തത്വം, ചാടിയാ പിടിക്കും. ചാടാൻ ദൈവം പറഞ്ഞോ? ഇല്ല. ചാടിയാ പിടിക്കുമെന്നും അല്ല ഈ വചനം പറയുന്നത്, വീണാ പിടിക്കുമെന്ന് അല്ലേ? അപ്പൊ കണ്ടോ, സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങി തിരിച്ച് ഓരോന്നൊക്കെ ചെയ്തു കൂട്ടിയേച്ച് പറയാണ് ദൈവം അത്ഭുതം പ്രവർത്തിച്ചോണം, ഇല്ലെങ്കിൽ ദൈവം കൊള്ളത്തില്ല, ദൈവത്തെ കുറ്റം പറയും, കളഞ്ഞേച്ച് പോവുകയും ചെയ്യും. ചിലപ്പോൾ എത്രയോ പേരെ നമ്മൾ കാണുന്നത് വിശ്വാസം കളഞ്ഞേച്ച് പോയി. ദൈവം എനിക്ക് ആവശ്യമുള്ള സമയത്ത് എൻ്റെ താളത്തിനൊത്ത് തുള്ളിയില്ല, എനിക്ക് ആവശ്യം തോന്നിയ സമയത്ത് അത്ഭുതം പ്രവർത്തിച്ചില്ല അല്ലേ? അങ്ങനെ കലഹിച്ച് കർത്താവിനെ പരീക്ഷിച്ചു അവർ. അപ്പോൾ കർത്താവിനെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? കർത്താവിൽ ആശ്രയം വെച്ച് അടങ്ങിയിരിക്കാത്തവരാണ് ഇത് ചെയ്യുന്നത് അല്ലേ? ഇതെപ്പോഴാണ് ഇവർ ഈ പരീക്ഷിച്ചതെന്നും കൂടെ നിങ്ങളൊന്ന് ചിന്തിക്കണം. മിസ്രൈമിൽ ഇത്രയും അത്ഭുതങ്ങളെല്ലാം ചെയ്ത് ചെങ്കടലിനെ വിഭാഗിച്ച് അതില് മിസ്രൈം സൈന്യത്തെ മുക്കിക്കൊന്ന് സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിച്ച് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം. എന്ന് പറഞ്ഞാൽ ലോകത്തിലൊരു ജനവും കാണാത്ത അത്ര അത്ഭുതം കണ്ട ജനമാണ് വന്നിട്ട് അയ്യോ വെള്ളമില്ലേ, എന്താന്ന് ദൈവം ഇത് അല്ലേ? അല്ല, നമ്മളെപ്പോലല്ല, ഭയങ്കര അത്ഭുതങ്ങൾ കണ്ട ജനമാണ്. ചെങ്കടൽ രണ്ടായിട്ട് വിഭജിക്കുന്ന കണ്ട ജനം. സ്വർഗത്തിൽ നിന്ന് എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. നമ്മുടെയൊക്കെ വീട്ടിൽ കിട്ടിയിട്ടുണ്ടോ എന്തെങ്കിലും? ആ ജനം പറയാണ് ഓ ഞങ്ങളെ കൊല്ലാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെ ദൈവം ചെയ്ത പ്രവൃത്തികൾ വിസ്മരിച്ചുകൊണ്ട് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു നന്മയും ഓർക്കാനില്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ കാൽവറി ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി മരിച്ചതാണ് ഈ ദൈവം. അപ്പോഴാണ് നമ്മൾ പറയുന്നത് എൻ്റെ പുറത്തൊരു കുരുവുണ്ട്, അത് ദൈവം സൗഖ്യപ്പെടുത്തിയില്ല, ദൈവം കൊള്ളത്തില്ല അല്ലേ? ഉച്ചി കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്തും. എന്താ അത് സൂചിപ്പിക്കുന്നേ? അടങ്ങിയിരിക്കുന്നില്ല, ദൈവത്തിൽ വിശ്രമിക്കുന്നില്ല. ഈ ജനം പറയേണ്ടത് എന്തായിരുന്നു? മിസ്രൈമിലുള്ള 10 ബാധയെ അയച്ച് ചെങ്കടലും വിഭജിച്ച് രാവിലെ തോറും മന്ന പൊഴിക്കുന്ന ദൈവത്തിന് വെള്ളം തരാനാണോ പ്രയാസം എന്ന് പറഞ്ഞ് അടങ്ങിയിരിക്കേണ്ടവരായിരുന്നു. അവർ ആശ്രയിച്ചില്ല, അവർ വിശ്രമിച്ചില്ല. അത് തന്നെയാണ് പിശാച് ഇവിടെ ചെയ്യുന്നത്. കർത്താവേ ബാ നമുക്ക് ആലയത്തിന്റെ അഗ്രത്തിൽ പോയിട്ട് എടുത്ത് ചാടുമ്പോൾ അത്ഭുതം സംഭവിക്കും. എല്ലാവരും പറയും മിശിഹ വന്നു അല്ലേ? നമുക്കെന്തിനാ അത്ഭുതം? നമ്മളൊക്കെ അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഒരുപാട്. അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്തുവാ? ദൈവഹിതം നിറവേറണമെന്നാണോ? അതോ അത്ഭുതം കിട്ടിയിട്ട് വേണം എനിക്ക് ആലയത്തിൽ പോയി സാക്ഷ്യം പറഞ്ഞ് ഞെളിഞ്ഞൊന്ന് ആളാകുവാൻ? അത്ഭുതം കിട്ടിയിട്ട് വേണം എനിക്ക് അയൽപ്പക്കത്തുള്ളവരെയൊക്കെ ഒന്ന് പുച്ഛിക്കുവാൻ അല്ലേ? ഈ ആളാവാൻ വേണ്ടിയിട്ടാണ് ആലയത്തിന്റെ മണ്ടയിൽപ്പെട്ട് എടുത്ത് ചാടും. അപ്പോൾ അത്ഭുതം സംഭവിക്കും, ദൂതന്മാരും ഒന്ന് പിടിക്കും, അപ്പം നീ ഇസ്രായേലിൽ വളരെ പ്രസിദ്ധനാകും
എല്ലാവരും നിന്നെക്കുറിച്ച് പ്രശംസിക്കും. അങ്ങനെ എടുത്തു ചാടി ദൈവത്തിലുള്ള ആശ്രയത്തിലുള്ള വിശ്രമം വിട്ടുകളഞ്ഞേച്ച് പിടിവാശിപ്പുറത്ത് എനിക്കൊരു അടയാളവും അത്ഭുതം വേണ്ടെന്നാണ് കർത്താവ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ അവനെ പരീക്ഷിക്കത്തില്ല. എടുത്തു ചാടിയിട്ട് ദൈവം എന്നെ പിടിക്കുമോ ഇല്ലേന്ന് അറിഞ്ഞിട്ടൊന്നും വേണ്ട എനിക്ക് അവനിലുള്ള ആശ്രയം. അങ്ങനെ പരീക്ഷിച്ച് നോക്കേണ്ടവനല്ല ദൈവം. എനിക്കറിയാം അവൻ എന്നെ സ്നേഹിക്കുന്നവനാണ്, അവൻ എന്നെ കരുതുന്നവനാണ്. അപ്പം നമ്മളെങ്ങനെയാണ്? നമ്മൾ കർത്താവിനെ പോലാണോ? അതോ കർത്താവിനെ പോലെ അല്ലേ? പിശാച് പറഞ്ഞ പോലെയാണ്. അവിവേകത്തിലും നമ്മുടെ താന്തോന്നി സ്വഭാവത്തിൽ നമ്മൾ എടുത്തു ചാടുന്നവരാണോ? അതോ എടുത്തു ചാടാതെ ദൈവാശ്രയത്തിൽ അടങ്ങിപ്പാർത്ത് കർത്താവിൻ്റെ സ്വസ്ഥതയിൽ വിശ്രമിക്കുന്നുണ്ടോ? നിങ്ങൾ തന്നെ ദൈവത്തിന് പ്രവർത്തിക്കേണ്ട പദ്ധതികളൊക്കെ മെനഞ്ഞ് ദൈവത്തിനോട് ഈ അത്ഭുതം പ്രവർത്തിക്കുക, ആ അത്ഭുതം പ്രവർത്തിക്കുന്ന അങ്ങോട്ട് ആലോചന പറഞ്ഞു കൊടുക്കുന്നവരാണോ? അതോ ദൈവം നടത്തട്ടെ, അവന് നന്നായിട്ടറിയാം എപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളതെന്ന് അറിഞ്ഞ് അടങ്ങിപ്പാർക്കുന്നുണ്ടോ അവൻ്റെ സ്നേഹത്തിൽ? അതാണ് ചോദ്യം. കർത്താവിൻ്റെ ജീവിതത്തിൽ പിന്നീട് നമുക്കറിയാം ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചു അല്ലേ? അവൻ മിശിഹയാണെന്ന് തെളിയിക്കുന്ന അത്ഭുത പ്രവൃത്തികൾ പിന്നീട് ദൈവം ചെയ്തു. മാത്രമല്ല, ഇവിടെ തന്നെ നമ്മൾ വായിച്ചു നിർത്തിയത് 15-ാമത്തെ വാക്യം, അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു, എല്ലാവരും അവനെ പ്രശംസിച്ചു. കർത്താവിൻ്റെ പിതാവിൻ്റെ ഹിതപ്രകാരം അവൻ പരീക്ഷ പാസ്സായി കഴിഞ്ഞ് പിന്നീട് ചെയ്ത ശുശ്രൂഷകളിലൂടെ ജനം അവനെ പ്രശംസിച്ചു. അതിന് പോയി ചാടേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? അപ്പം എൻ്റെ പിതാവിനെല്ലാം അറിയാം, തരേണ്ട സമയത്ത് തരും, ചെയ്യേണ്ട സമയത്ത് ചെയ്യും, എനിക്ക് ആവശ്യമാണെങ്കിൽ അത് അപ്പോൾ തരും അല്ലേ എന്നുള്ള ആ ഒരു അടിയുറച്ച വിശ്വാസത്താൽ ആശ്രയത്തിൻ്റെ സ്വസ്ഥതയിൽ വിശ്രമത്തിൽ നമ്മൾ ജീവിക്കേണ്ടവരാണ്. 1 കൊരിന്ത്യർ 10 വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 1 കൊരിന്ത്യർ 10 9 മുതൽ 11 വരെയുള്ള വാക്യം. 1 കൊരിന്ത്യർ 10 9 മുതൽ 11. ഈ പറഞ്ഞ മരുഭൂമിയിലെ ജനത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവരിൽ ചിലർ ദൈവത്തെ പരീക്ഷിച്ചപ്പോൾ സർപ്പത്താൽ നശിച്ചു. പിന്നീട് നാം കർത്താവിനെ പരീക്ഷിക്കരുത്, അവരെ പോലെ നമ്മൾ പരീക്ഷിക്കരുത്. പിറുപിറുത്തപ്പോൾ ദൈവം സംഹാരകനെ അയച്ചു. കണ്ടോ, ഈ പിറുപിറുപ്പൊക്കെ വലിയ പാപമാണ്. ദൈവത്തിനെതിരെ കുറ്റം പറയല്, ദൈവം എന്നെ നല്ലപോലൊന്നും അല്ല നയിക്കുന്നതെന്ന് പറയുന്ന ഈ കുറ്റം പറച്ചില്. ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു. ഇത് നമുക്കൊരു ദൃഷ്ടാന്തമാണ്, ഒരു ഉദാഹരണമാണ്, ഒരു മാതൃകയാണ്. നമുക്ക് ബുദ്ധി ഉപദേശം എന്നാണ് മലയാളത്തിൽ. നമുക്ക് മുന്നറിയിപ്പായിട്ട് ദൈവം എഴുതി വെച്ചിരിക്കുകയാണ്. അതാണ് മൂലഭാഷയിലെ ശരിയുള്ള അർത്ഥം. നമുക്ക് മുന്നറിയിപ്പാണ്, നമ്മൾ അവരുടെ വഴിയെ പോകരുത്. അതിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 5-ഉം 6-ഉം കൂടെ ഒന്ന് വായിച്ചേ. ഈ മരുഭൂമിയിലെ ജനം ഇത്രയും അത്ഭുതമൊക്കെ പ്രവർത്തിച്ച് മിസ്രൈമിൽ നിന്ന് വീണ്ടെടുത്ത ജനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അവരിൽ മിക്ക പേരിലും 95% പേരിലും ദൈവം പ്രസാദിച്ചില്ല. ദൈവത്തിന് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു ഇവരോട്. പിന്നെ നമുക്കറിയാലോ, 2 പേരാണ് ആ കൂട്ടത്തിലുള്ളവര് എവിടെ ചെന്നത്? കാനാൻ ദേശത്ത് നിന്ന്. ബാക്കി എല്ലാം മരുഭൂമിയിൽ മരിച്ചു. 2 പേര്. ആരാ? കാലേബും യോശുവയും അല്ലേ? ബാക്കി എല്ലാവരും മരുഭൂമിയിൽ മരിച്ചു. ദൈവം കൊന്നു അവരെ. അവർ ചത്തിട്ടേ ഞാൻ ഇവരെ അവിടെ വാഗ്ദത്ത ദേശത്ത് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞിട്ട് ഇവരെ ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മിസ്രൈമിൽ നിന്ന് ഇറങ്ങി വാഗ്ദത്ത ദേശം കിട്ടിയില്ല. ഭൂമിയിൽ ക്രിസ്ത്യാനിയായിരുന്നു, സ്വർഗം കിട്ടിയുമില്ല. ഇന്ന് ഒരുപാട് ക്രിസ്ത്യാനികൾ അങ്ങനെ ഉണ്ട്. ഭൂമിയിലെ പേര് വിശ്വാസി, വീണ്ടും ജനിച്ചത്, സ്വർഗത്തിൽ എത്തിയില്ല. കാരണം എന്താ? വിശ്വാസത്തിൽ തുടരാത്തവരായിരുന്നു, നിലനിൽക്കാത്തവരായിരുന്നു, ദൈവത്തോടൊരു സ്നേഹവും ഇല്ലാത്തവരായിരുന്നു അല്ലേ? ബാക്കി വായിച്ചാട്ടെ. നിങ്ങൾ അത് മറന്നു പോകരുത്, ആ ദൃഷ്ടാന്തം മറന്നു പോകരുത്. അവർ മോഹിച്ചതുപോലെ അവരെ പോലെ ഈ ലോകത്തെ മോഹിക്കുന്നവർ നിങ്ങളാകാതിരിപ്പാൻ വേണ്ടി ഇത് ദൃഷ്ടാന്തമായിട്ട് വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. നിങ്ങളും അവരെ പോലെ ലോകത്തെ മോഹിക്കുന്നവരും ദൈവത്തെ മോഹിക്കാത്തവരുമായാൽ അവരുടെ അന്ത്യം തന്നെ നമുക്കും വരും. അതുകൊണ്ടാണ് നമ്മൾ ദുരാഗ്രഹികളാകാൻ പാടില്ല, പിറുപിറുക്കാൻ പാടില്ല, അവരെ പോലെ കർത്താവിനെ പരീക്ഷിക്കുവാൻ പാടില്ല. പറഞ്ഞ മനസ്സിലായോ? ഇത് വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ഹൃദയത്തിന് ആത്യന്തികമായ ആഗ്രഹം എന്താണ്? കർത്താവിനെ പോലെ എനിക്കെൻ്റെ പിതാവിൽ ആശ്രയിച്ച് അവനിൽ അടങ്ങിയിരിക്കണമെന്നാണോ? അതോ
എനിക്ക് ആളാകുവാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം പലതും ചെയ്തെടുക്കണം, എങ്കിലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന്. നിങ്ങൾ കർത്താവിൽ വിശ്രമിക്കുന്നവരാണോ? നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും ഉപവാസവും ആത്മീയതയെ കാണിക്കുന്ന എല്ലാ എരിവും ആത്യന്തികമായിട്ട് കർത്താവിൽ ആശ്രയം വെച്ചിട്ടുളവാകുന്നതാണോ, അതോ ദൈവത്തോടുള്ള സംശയം നിമിത്തമാണോ? കുറച്ചൊന്ന് തുള്ളിച്ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ ദൈവം വിട്ടുകളഞ്ഞാലോ എന്നുള്ള ആത്യന്തികമായിട്ടൊരു ഭയത്തിൽ നിന്നാണോ, അതോ ആത്യന്തികമായിട്ട് കർത്താവിൽ നിങ്ങൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്? പലരുടെയും ആത്മീയതയുടെ ആ വെപ്രാളം, അതിൻ്റെ ആകത്തുക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അയ്യോ ഇനി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവം അത്ഭുതം ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്ക് ദൈവം കൂടില്ലെങ്കിൽ, ഇതെല്ലാം ഇപ്പം ദൈവത്തെ പരീക്ഷിക്കലാകും. ഇത് കുറേ ജഡീകമായ പ്രാർത്ഥന, ഉപവാസം, മറ്റോ ഇതെല്ലാം ചെയ്യും. എന്തിനാ? ഇല്ലെങ്കിൽ ദൈവം കൈവിട്ടാലോ, അല്ലേ? ആ ഒരു വിശ്രമം കടന്നു വന്നിട്ടില്ല, ആ ഒരു ഉറച്ച ഒരു ആശ്രയം കടന്നു വന്നിട്ടില്ല, ഒരു അടങ്ങിപ്പാർക്കൽ വന്നിട്ടില്ല. കർത്താവിന് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അങ്ങനെ ആത്മീയ തലത്തിൽ ആളാകുവാൻ വേണ്ടി വൻകാര്യങ്ങൾ കർത്താവ് ചെയ്തു തരണമെന്നൊന്നും അവൻ പിടിവാശിയുള്ളവനല്ലായിരുന്നു. ശരി, ഞാൻ ഉപസംഹരിച്ച് അവസാനിപ്പിക്കട്ടെ. നമ്മൾ ഇന്ന് കർത്താവിൻ്റെ മാതൃകയാണ് കണ്ടത്. 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. എന്താ കണ്ടത്? കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ശബ്ദം മാത്രമേ അനുസരിക്കുകയുള്ളൂ. എത്ര ന്യായമായ തീവ്രമായ ആവശ്യബോധം എൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ഞാൻ അനുസരണത്തെ എൻ്റെ സ്വന്തം ഇഷ്ടത്തെക്കാൾ തിരഞ്ഞെടുക്കുന്നു. രണ്ടാമതായിട്ട് കണ്ടു, ഞാൻ എൻ്റെ പിതാവിനെ മാത്രം ആരാധിക്കുന്നു. എത്ര ലോകത്തിലെ മഹത്വമാകട്ടെ അധികാരമാകട്ടെ എനിക്ക് വാഗ്ദാനം ചെയ്താലും ഞാൻ ഭക്തി ഉപേക്ഷിച്ചൊന്നും നേടുവാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ സ്വയമോഹത്തിൻ്റെ പൂർത്തീകരണത്തെക്കാൾ ഞാൻ ഭക്തിയെ വിലയേറിയതായിട്ട് കാക്ഷിക്കുന്നു. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടു, ഞാൻ എൻ്റെ പിതാവിനെ മാത്രം ആശ്രയിക്കുന്നു. എനിക്ക് എന്ത് നഷ്ടം വന്നാലും എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും ഞാൻ അവനിൽ അടങ്ങിപ്പാർത്ത് സ്വയ ന്യായീകരണങ്ങളൊന്നും ഞാൻ തേടുന്നില്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അത്ഭുതമില്ലല്ലോ, അടയാളമില്ലെന്നോ ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ ചാടി പിടിച്ചൊരു അത്ഭുതത്തിനൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ അവനിൽ വിശ്വസിച്ച് അടങ്ങിപ്പാർക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ ശബ്ദം മാത്രം അനുസരിക്കും, എൻ്റെ പിതാവിനെ മാത്രം ആരാധിക്കും, എൻ്റെ പിതാവിൽ മാത്രം ഞാൻ ആശ്രയം വെക്കും. അങ്ങനെ കർത്താവ് പിതാവിനെ സകലത്തിനും മീതെയായിട്ട് പിതാവിനെ മാത്രം സ്നേഹിച്ചത് കൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ദൈവത്തെ സ്നേഹിക്കുന്ന, പരീക്ഷ സഹിക്കുന്ന ഭാഗ്യവാൻ എന്ന് പറയുവാൻ ഏറ്റവും അനുയോജ്യമായ വ്യക്തി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. 3 ചോദ്യങ്ങൾ ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങളോട് തന്നെ ചോദിക്കുക ഈ ചോദ്യങ്ങൾ. നിങ്ങൾക്ക് ദൈവം തന്ന താലന്തും കഴിവുകളും അഭിഷേകവും ഒക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ സ്വന്തം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പരിഹരിക്കാൻ നോക്കുന്നവരാണോ? സ്വന്തം കാര്യ ലബ്ധിക്ക് വേണ്ടി നടക്കുന്നവരാണോ? അതോ എൻ്റെ കർത്താവ് പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ, അത് എത്ര യുക്തിരഹിതമായതിൽ ലോകത്തിന് തോന്നിയാലും എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്യും, പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ല? രണ്ടാമതായിട്ട്, ഭക്തി വിട്ട് കളഞ്ഞു വെച്ച് ലോകം നേടാൻ പോകുന്നവരുടെ കൂട്ടത്തിലാണോ? അതോ എനിക്ക് കർത്താവിനോടുള്ള ഭക്തിയിൽ ഞാൻ സംതൃപ്തി കണ്ടെത്തുന്നു എന്ന് പറയുന്നവനാണോ? മൂന്നാമതായിട്ട്, കർത്താവിൽ നിന്ന് അത്ഭുതങ്ങളൊക്കെ നേടിയെടുക്കണമെന്ന് പറയുന്ന ഒരു തരം ബാലിഷ്യമായ പിടിവാശിയുള്ള കൂട്ടത്തിലാണോ? അങ്ങനത്തെ എടുത്തുചാട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? അതോ ഏത് സാഹചര്യത്തിലും ഞാൻ അവനിൽ വിശ്വസിച്ച് അവനിൽ ആശ്രയിച്ച് ഞാൻ വിശ്രമിച്ചിരിക്കുമെന്ന് പറയുന്ന കൂട്ടത്തിലാണോ? നമുക്ക് നമ്മുടെ സ്വയത്തിലുള്ള ആശ്രയവും സ്വയമോഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള പങ്കപ്പാടിൽ നിന്നും സ്വയനീതീകരണത്തിൽ നിന്നും എല്ലാം മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ മാതൃക ഏറ്റെടുക്കാം. അവനെ പോലെ എപ്പോഴും പിതാവിൽ ആശ്രയിച്ച് ജീവിക്കാം. അങ്ങനെ നമ്മൾ ജീവിക്കുമെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ ആത്മനിറവല്ല, ആത്മാവിൻ്റെ ശക്തി വെളിപ്പെട്ടു വരും. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ മരുഭൂമിയിലെ മാതൃക കർത്താവെ ഞങ്ങൾക്കായി കാണിച്ചു തന്നതിനായിട്ട് സ്തോത്രം. പരീക്ഷ ജയിച്ച യേശു ക്രിസ്തുവിനെ ഇന്ന് ഞങ്ങൾക്ക് വരച്ചു കാട്ടിത്തന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, അനുസരണത്തിൻ്റെ വിഷയത്തിലും ആരാധനയുടെ വിഷയത്തിലും ആശ്രയത്തിൻ്റെ വിഷയത്തിലും കർത്താവിനെ പോലെ എപ്പോഴും പിതാവിനെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ഇന്ന കാലത്ത് പാടിത്തുടങ്ങിയതുപോലെ
ദൈവമായ കർത്താവേ, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട, നിൻ്റെ ഇഷ്ടം മതി. നിൻ്റെ ഹിതം ചെയ്യുവാൻ ഞാനിതാ ഇറങ്ങി വന്നിരിക്കുന്നു കർത്താവേ. ആ സമർപ്പണത്തിൽ കർത്താവെ മുന്നോട്ട് പോകുവാൻ ഞങ്ങളേവരെയും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതായിട്ടുള്ള എല്ലാ പ്രലോഭനങ്ങളെയും തിരിച്ചറിയുവാനും അതിനെ കർത്താവെ ദൈവവചനത്താൽ കീഴ്പ്പെടുത്തി ജയാളികളായി ജീവിക്കുവാനും ആത്മാവിൻ്റെ ശക്തി ഞങ്ങൾക്ക് പകർന്നു നൽകണമേ. ആത്മാവിൻ്റെ ബുദ്ധിയും ജ്ഞാനവും ഞങ്ങൾക്ക് പകർന്നു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും ഉപരിയായി നിന്നെ സ്നേഹിക്കുവാനും നിന്നെ കർത്താവെ കാംക്ഷിക്കുവാനുമുള്ള ഭക്തന്മാരുടെ ഹൃദയം ഞങ്ങൾക്ക് പകർന്നു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങ് ചെയ്യുക. സ്തോത്രം. ഇന്നത്തെ ആരാധന ഇത്രത്തോളം നീ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം കർത്താവെ. സകല മാനവും മഹത്വവും അങ്ങേക്ക് തന്നെ കരയേറ്റുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ കൂട്ടായ്മയും സഹവാസവും സംസർഗവും നാം ഏവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.